നമസ്കാരം. വിശാലമായി ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന നെൽവയലുകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മുടെ 14 ജില്ലകളിലും ഇത്തരമൊരു കാഴ്ച, അതായത് വിശാലമായിട്ടുള്ള ഒരു വലിയ നെൽപ്പാടം, അതിൻ്റെ ഒത്ത നടുവിൽ ഒരു തുരുത്ത്, അതിനുള്ളിൽ ആ തുരുത്തിനകത്ത് ഒരു വീട് അല്ലെങ്കിൽ ഒന്നിലധികം വീടുകൾ. ഇത്തരമൊരു കാഴ്ച ഞാൻ താമസിക്കുന്ന ആർപ്പുക്കര എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഗ്രാമത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുമരകം, ആലപ്പുഴ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി കാണുവാനായിട്ട് സാധിക്കും. ഇത്തരം വയലുകളും അതിന് നടുവിലുള്ള തുരുത്തുകളും കാണുവാൻ രസമാണ്. ഫോട്ടോഗ്രാഫർക്ക് അത് വലിയൊരു വിരുന്നായിരിക്കും. പക്ഷേ അതിനുള്ളിൽ താമസിക്കുന്നവർക്ക് ജീവിതം അത്ര സുഖകരമൊന്നുമല്ല. കുടിവെള്ളത്തിനുൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് പുറത്തു പോയേ മതിയാവൂ. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കുക, കൃഷിയില്ലാത്ത സമയങ്ങളിൽ ഈ തുരുത്തിന് ചുറ്റുമുള്ള വയലുകളിൽ വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പുറത്ത് കടക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് തോണി മാത്രമാണ്. ഇനി ഈ വയലുകളിൽ നെൽകൃഷി ഉള്ള സമയങ്ങളിലാണെങ്കിലോ ഈ വയലുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചതുപ്പ് നിലമല്ലേ. ഇതിനിടയിൽ വരമ്പുകൾ പണിതിട്ടുണ്ട്. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ വലിപ്പമുള്ള വരമ്പുകൾ. ഇത്തരം തുരുത്തുകളിൽ നിന്നും 4 ദിശകളിലേക്കും ചെറിയ ചെറിയ വരമ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത്തരം വരമ്പുകൾ വഴിയാണ് അവർ പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും. ഇനി ഈ ഒരു ദൃശ്യം കുറച്ച് വലിയൊരു ക്യാൻവാസിലേക്ക് നിങ്ങളൊന്ന് മാറ്റിക്കേ. വലിയൊരു തടാകം അല്ലെങ്കിൽ ചതുപ്പ് നിലം, ഇതിൻ്റെ ഒത്ത നടുവിൽ ഒരു വലിയ തുരുത്ത്, നല്ല വിശാലമായ ഒരു തുരുത്ത്, അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ഒരു തുരുത്തിൽ നിന്ന് തടാകത്തിൻ്റെ കരയിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വരമ്പുകൾ മാത്രമാണ് ഉള്ളത്. അല്ലെങ്കിൽ ഈ ചതുപ്പിലൂടെ വള്ളത്തിൽ വേണം സഞ്ചരിക്കാനായിട്ട്. പക്ഷേ ഈ തുരുത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ തുരുത്തിൻ്റെ ഒത്ത മധ്യത്തിൽ വലിയൊരു രാജകൊട്ടാരമുണ്ട്, ഒരു കോട്ടയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ, കോട്ടയിൽ ഈ തുരുത്തിൽ താമസിക്കുന്ന ആളുകളുടെ ശത്രുക്കളാണ് താമസിക്കുന്നത്. ഏതാണ്ട് 3000-നും 4000-നും ഇടയ്ക്ക് വരുന്ന സ്പാനിഷ് സൈനികർ. ഈ സൈനികർ ഇവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ട് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ തുരുത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ വരമ്പുകളും ഈ നാട്ടുകാർ തകർത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങനെ രക്ഷപ്പെടും? ഇവർക്ക് വേറെ മാർഗമില്ല. ഇവരുടെ കയ്യിൽ തോണികളില്ല. പക്ഷേ ഈ രീതിയിൽ ഇനിയും ഒരാഴ്ച ഇവർ ഈ കോട്ടയിൽ തങ്ങേണ്ടി വന്നാൽ ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ ഇവർ പട്ടിണി കിടന്ന് എല്ലാവരും മരിച്ചു പോകും. അങ്ങനെ വന്നപ്പോഴേക്കും ഇവർ ഒരു രാത്രി ഒരു തീരുമാനമെടുത്തു. എങ്ങനെയും ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. അവരെങ്ങനെ പുറത്ത് കിടക്കും? ദക്ഷിണ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ ഒരു കാളരാത്രിയെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കുവാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. ഇൻട്രോയിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ കഥ നടക്കുന്നത് കോട്ടയം ജില്ലയിലോ ആർപ്പുക്കര എന്ന് പറഞ്ഞ ഗ്രാമത്തിലോ കുമരകത്തോ ആലപ്പുഴയിലോ ഒന്നുമല്ല. ഇത് മധ്യ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ഒത്ത നടുക്കാണ് ഈ കഥ അരങ്ങേറുന്നത്. മെക്സിക്കോ താഴ്വരയിലെ ടെക്സ്കൊക്കോ എന്നറിയപ്പെടുന്ന വിശാലമായ ഒരു ചതുപ്പ് നിലം. ഇതിനെ നമുക്ക് ചതുപ്പ് നിലമെന്നോ തടാകമെന്നോ എന്നൊക്കെ വിളിക്കാം. കാരണം ഈ തടാകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ആഴം നന്നേ കുറവാണ്. അവിടെയെല്ലാം ചെളിയാണുള്ളത്. അവിടെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ആ ചെളിയിൽ നമ്മൾ ആണ്ടുപോകും. എന്നാൽ വേറെ കുറേ സ്ഥലങ്ങളിൽ ജലം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അതുകൊണ്ട് വിശാലമായ ചതുപ്പ് നിലമെന്നോ തടാകമെന്നോ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ടെക്സ്കൊക്കോ എന്നറിയപ്പെടുന്ന സ്ഥലം. ഏതാണ്ട് 1300-കളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മെക്സിക്ക എന്ന് പറഞ്ഞ വർഗ്ഗക്കാർ ഈ തടാകത്തിന് തീരത്തെത്തി. അവർ ഈ തടാകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് താമസിക്കുവാനായിട്ട് പറ്റിയ സ്ഥലം. കാരണം ഈ തടാകത്തിൻ്റെ ഒത്ത നടുക്ക് സാമാന്യം വലിപ്പമുള്ള ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിനോട് ചേർന്നിട്ട് ചെറിയ ചെറിയ വേറെയും ദ്വീപുകളുമുണ്ട്. അവർ കരുതി ഇത്തരം ഒരു തുരുത്തിൽ താമസിക്കുവാണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം. കാരണം ഇതൊരു തടാകത്തിൻ്റെ ഏതാണ്ട് മധ്യത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അവർ നിർമ്മിക്കണം, വരമ്പുകൾ അവർ നിർമ്മിക്കണം. അങ്ങനെയാണെങ്കിൽ ശത്രുക്കൾ പെട്ടെന്ന് ഇവരെ ആക്രമിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഈ മെക്സിക്ക വർഗ്ഗക്കാർ തീരുമാനിച്ചു, ഇനി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമൊന്നും വേണ്ട. ഈ തടാകത്തിൻ്റെ ഒത്ത മധ്യത്തിലുള്ള ടെക്സ്കൊക്കോ എന്ന് പറയുന്ന തടാകത്തിൻ്റെ മധ്യത്തിലുള്ള ഈ തുരുത്തിൽ ഇനി അങ്ങ് ജീവിക്കാം. ഈ മെക്സിക്ക വർഗ്ഗക്കാരുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. ഇവിടെ ഒരു സുരക്ഷയെ കരുതി താമസിക്കാനായിട്ട് ഉറപ്പിച്ച ആളുകളൊന്നുമല്ല. ഇവരുടെ ഒരു വിശ്വാസം, മിത്ത് അനുസരിച്ചിട്ട് ഇവരുടെ ഒരു ദേവൻ, ആ ദേവനാണ് ഈ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അടയാളം കൊടുത്തത്. ആ അടയാളം ഇതായിരുന്നു. ഈ തുരുത്തിൻ്റെ ഒത്ത മധ്യത്തിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു മരത്തിൻ്റെ മുകളിൽ ഒരു പരുന്ത് വന്നിരുന്നു. ആ പരുന്തിൻ്റെ ചുണ്ടിൽ ഒരു സർപ്പം കിടന്ന് പെടയുന്നുണ്ടായിരുന്നു.
ഇതായിരുന്നു ഇവർക്ക് ഈ ദേവൻ കൊടുത്ത അടയാളം. ഇങ്ങനെ ഒരു അടയാളം എപ്പോൾ കിട്ടുന്നോ അല്ലെങ്കിൽ എവിടെ വെച്ച് കിട്ടുന്നോ അവിടെ ഒരു നഗരം പണിത് താമസിക്കണം എന്നാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മെക്സിക്ക വർഗ്ഗക്കാരുടെ വിശ്വാസം. അങ്ങനെ ഇവിടെ ഈ തുരുത്തിൽ വെച്ചിട്ട് ഇവർ ഈ അടയാളം കാണുകയും ഇവിടെ താമസിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാണ് കഥ. ഇതൊരു കഥയാണെങ്കിലും ഐതിഹ്യമാണെങ്കിലും മെക്സിക്കോയിലുള്ള ആരെയെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പരുന്ത്, ആ പരുന്തിൻ്റെ ചുണ്ടിൽ പിടയുന്ന ഒരു സർപ്പം. മെക്സിക്കോയുടെ പതാക എടുത്ത് നോക്കിയാലും അതിൻ്റെ നടുവിലും ഇതേ ചിഹ്നമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മെക്സിക്കോ എന്ന് പറഞ്ഞ രാജ്യത്തിലെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ഈ തടാക മധ്യത്തിൽ വന്ന് താമസിക്കുവാനായിട്ട് ഒരുമ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് ഇവർ? തടാകത്തിൻ്റെ ഏതാണ്ട് ഒരു മധ്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ദ്വീപിന്, വലിയ തുരുത്തിന് ഏതാണ്ട് 13.5 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുണ്ടായിരുന്നു, വിസ്താരമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് പ്രധാന ദ്വീപിനാണ്. അതിനോട് ചേർന്നിട്ട് വേറെയും ചെറിയ ചെറിയ ദ്വീപുകൾ, ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ദ്വീപുകൾ ഉണ്ടായിരുന്നു. ചുറ്റും പ്രാണികളും ഇഴജന്തുക്കളും നിറഞ്ഞ ചതുപ്പ് നിലം. അതിന് ചുറ്റുമുള്ള തടാകത്തിൽ, ആ തടാകത്തിന് തീരത്ത് ഉയർന്നു നിൽക്കുന്ന ഒന്നിലധികം അഗ്നിപർവ്വതങ്ങൾ. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവരെന്തുകൊണ്ടാണ് ജീവിക്കാനായിട്ട് ഒരുമ്പെട്ടത്? ഒരു പക്ഷേ ആ മിത്ത് അനുസരിച്ചാവാം, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാവാം. എന്താണെങ്കിലും ഇത്തരം ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുവാനായിട്ട് തീരുമാനമെടുത്ത ഈ മെക്സിക്ക വർഗ്ഗക്കാർ നല്ല പരിശ്രമശാലികളായിട്ടുള്ള ആളുകളായിരുന്നു. അവർ ഈ തുരുത്തിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ചെറിയ ചെറിയ തുരുത്തുകളിലേക്ക് അവർ ചെറിയ ചെറിയ വരമ്പുകൾ ഉണ്ടാക്കി ഈ മെയിൻ തുരുത്തിൽ നിന്ന്, ഈ മെയിൻ ദ്വീപിൽ നിന്ന് ഈ തടാക കരയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള വരമ്പുകൾ ഇവർ നിർമ്മിച്ചു. അങ്ങനെ 8 വരമ്പുകൾ, 8 വഴികളാണ് ഈ തുരുത്തിൽ നിന്ന് ഈ തടാക കരയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇവർ നിർമ്മിച്ചെടുത്തത്. ഈ തടാകത്തിൽ നിന്ന് ചെളിയും മണ്ണും വാരി കൂട്ടിയിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ചെറു ദ്വീപിന് ഇവർ വിസ്താരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് മാത്രവുമല്ല, ഇങ്ങോട്ടേക്ക് ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ തടാകത്തിന്റെ കരയിൽ വലിയ വലിയ മലകളുണ്ട്. ആ മലകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചുട്ടെടുത്ത മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുഴലുകൾ അവർ നിർമ്മിച്ചു. ഇത്തരം പൈപ്പുകൾ വഴിയാണ് ആ പുറത്തുണ്ടായിരുന്ന മലകളിൽ നിന്ന് ശുദ്ധജലം, ഇവർക്ക് കുടിക്കുവാനും കുളിക്കുവാനും ഒക്കെയുള്ള വെള്ളം അവർ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത്. അതുമാത്രവുമല്ല, ഈ ടെക്സ്കൊക്കോ എന്ന് പറയുന്ന ഈ തടാകത്തിന്, ഈ ചതുപ്പ് നിലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങോട്ടേക്ക് വെള്ളം വരാനുള്ള സ്ഥലങ്ങൾ അതിനുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇത് മാത്രവുമല്ല, ഇവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഈ വെള്ളത്തിന് ഉപ്പ് രസം കണ്ടമാനമുണ്ട്. അതായത് തടാകത്തിൻ്റെ ഒരു ഭാഗത്ത് ഉപ്പ് കൂടിയ ജലമാണുള്ളത്, മറ്റൊരു ഭാഗത്ത് ഉപ്പ് കുറഞ്ഞ സാധാരണ വെള്ളമാണുള്ളത്. ഇത് തമ്മിൽ ഇടകലർന്ന് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനിടയ്ക്ക് ഡാമുകൾ നിർമ്മിച്ചു. ഈ ഡാമുകൾ കൊണ്ട് ഇത് മാത്രമായിരുന്നില്ല പ്രയോജനം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെ തടയാനും ഈ ഡാമുകൾ ഇവർക്ക് ഉപകാരപ്പെട്ടു. അങ്ങനെ ടെക്സ്കൊക്കോ തടാകത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന ഈ ചെറിയ തുരുത്ത് വളർന്ന് വലിയൊരു നഗരമായിട്ട് മാറി. അവരതിനെ ടെനോഷിറ്റ്ലാൻ എന്നാണ് പേര് വിളിച്ചത്. ഈ നഗരത്തിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നതിനനുസരിച്ചിട്ട് പുറത്തു നിന്ന് ഈ മെക്സിക്ക വർഗ്ഗക്കാർ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നെത്തി താമസം ഉറപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ നിർമ്മാണം പൂർത്തിയായ സമയത്ത് ഏതാണ്ട് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ ഈ ഒരു വൻ നഗരത്തിൽ താമസം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ടെനോഷിറ്റ്ലാൻ അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നില്ല, ഈ ഒരു തുരുത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് അവർ വരമ്പുകൾ നിർമ്മിച്ചിരുന്നു എന്ന്. അങ്ങനെ വടക്കോട്ട് പോകാനും തെക്കോട്ടേക്ക് പോകാനും പടിഞ്ഞാറോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഇവർ വരമ്പുകൾ നിർമ്മിച്ചിരുന്നത്. അത്തരം 8 വഴികളാണ് ഇവർ നിർമ്മിച്ചിരുന്നത്. ഈ വഴികൾ നെടുനീളത്തിൽ തടാകക്കരയിലേക്ക് പോവുകയല്ല ചെയ്തിരുന്നത്, ഇതിനിടയ്ക്ക് ഒട്ടനവധി പാലങ്ങളും ഇവർ പണിതിരുന്നു. അതിൻ്റെ കാരണം ഇവരുടെ പ്രധാന ഗതാഗത മാർഗം എന്ന് പറയുന്നത് തോണികളാണ്. ഈ തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിടയ്ക്ക് ഈ പാലങ്ങൾ പണിതിരുന്നത്. ഇത് മാത്രവുമല്ല, ഇവരുടെ ഈ പ്രധാന തുരുത്ത്, അതിനകത്തൂടെ അനേകം കനാലുകൾ ഇവർ വെട്ടിയിരുന്നു. ഇതിനകത്ത് ചെറിയ ചെറിയ വേറെ ഗ്രാമങ്ങളാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. ഈ ഓരോ സ്ഥലത്തേക്കും ഈ തോണി വഴി, ഈ ചെറിയ ചെറിയ കനാല് വഴി എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതായത് ഒരാൾക്ക് ഈ ടെനോഷിറ്റ്ലാൻ എന്ന് പറയുന്ന ഈ തടാക നഗരത്തിൻ്റെ ഏത് മൂലയിലും ഒരു തോണിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് ഇവർ നിർമ്മിച്ചിരുന്നത്. ജലവിതരണത്തിന് 2 ടൈപ്പ് പൈപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് കുടിക്കുവാനുള്ള വെള്ളം ഒരു ടൈപ്പ് പൈപ്പ് വഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ പൈപ്പുകളൊക്കെ ചുട്ടെടുത്ത മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അത് മാത്രവുമല്ല, അലക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വെള്ളം വേറെ ടൈപ്പ് പൈപ്പുകൾ വഴിയാണ് ഇവർ ഈ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചിരുന്നത്. ഇത് മാത്രമല്ല,
ഇവർ ദിവസവും 2 നേരം കുളിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ കുളിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് സോപ്പ്, അലക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു ടൈപ്പ് സോപ്പ്, അങ്ങനെയാണ് അവർ അന്നും ഉപയോഗിച്ചിരുന്നത്. ഈ സോപ്പ് എന്ന് പറയുന്നത് സോപ്പ് സൊല്യൂഷൻ ആയിരുന്നു. ചില ചെടികളുടെ വേരുകൾ വെച്ചിട്ടാണ് ഇവർ ഈ സോപ്പ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് കുളിക്കുവാനായിട്ട് അവർ ഔഷധ മൂല്യമുള്ള ഒരു ചെടിയുടെ വേര് ചതച്ചിട്ട് അത് വെച്ചിട്ടാണ് ഒരു സോപ്പ് സൊല്യൂഷൻ ഉണ്ടാക്കിയിരുന്നത്. അലക്കുവാൻ വേണ്ടിയിട്ട് വേറൊരു ചെടിയുടെ വേരിൽ നിന്നാണ് അത്തരം ഒരു സൊല്യൂഷൻ അവർ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച അല്ലെങ്കിൽ ഏറ്റവും വികാസം പ്രാപിച്ച നഗരങ്ങളിൽ ഒന്നായിരുന്നു, ഈ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും അത്തരം ഒരു നഗരങ്ങളിൽ ഒന്നായിരുന്നു ഈ തടാക മധ്യത്തിൽ ഉണ്ടായിരുന്ന ഈ ടെനോഷിറ്റ്ലാൻഡ്. ഇനി ഈ ദ്വീപിന് ഒത്ത മധ്യത്തിൽ ഒരു കോട്ട, അതിനകത്ത് ഒരു വലിയ രാജധാനി, ഇവരുടെ രാജാവിനെ താമസിക്കുവാൻ വേണ്ടിയിട്ട്. ആ രാജധാനിയിൽ തന്നെ ഏതാണ്ട് 100നും 150നും ഇടയിൽ റൂമുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് മാത്രവുമല്ല, അതിനകത്ത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും ഒരു ഫിഷ് അക്വേറിയം വരെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നഗരത്തിന്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായ ശേഷം ഏതാണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾ, ഏതാണ്ട് 3 ലക്ഷം ആളുകൾ ഈ നഗരത്തിൽ മാത്രം അധിവസിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഈ ടെക്സ്കൊക്കോ എന്ന് പറയുന്ന തടാകത്തിന്റെ തീരത്ത് വേറെ 2 നഗരങ്ങൾ കൂടി ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. അത് വേറെ 2 വർഗ്ഗക്കാരാണ്. പക്ഷേ ഇവരുമായിട്ട് വലിയ കലഹത്തിനൊന്നും പോകാതിരുന്ന, അല്ലെങ്കിൽ ആദ്യകാലത്ത് കലഹിച്ചിരുന്നെങ്കിലും പിന്നീട് ഇവരുമായിട്ട് രമ്യതലായ വേറെ 2 വർഗ്ഗക്കാർ, അവർക്ക് വേറെ 2 നഗരങ്ങൾ ഈ തടാകത്തിന്റെ കരയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 വൻ നഗരങ്ങളാണ് ഈ ടെക്സ്കൊക്കോ എന്ന് പറയുന്ന ഈ തടാകത്തെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ആ ഭാഗത്ത് അക്കാലത്ത് വളർന്നു വന്നത്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ തടാകത്തിന്റെ മധ്യത്തിലുണ്ടായിരുന്ന ഈ ടെനോഷിറ്റ്ലാൻഡ് നഗരം തന്നെയായിരുന്നു. ആദ്യകാലത്ത് ഈ ടെനോഷിറ്റ്ലാൻഡും ഈ തടാകത്തിന്റെ കരയിൽ ഉണ്ടായിരുന്ന ബാക്കി 2 നഗരങ്ങളും തമ്മിൽ ചെറിയ ചെറിയ കലാപങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് 3 പേർക്കും മനസ്സിലായി, ഇവർ ഈ ചെറിയ ചെറിയ നഗരങ്ങളാണ്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുറത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അത് മനസ്സിലാക്കിയ ഇവരെന്ത് ചെയ്തു? ഇവരൊരു കരാറിൽ ഏർപ്പെട്ടു. ഇവർ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കും. അങ്ങനെ ടെക്സ്കൊക്കോ തടാകത്തിന്റെ കരയിലും അകത്തും ഉണ്ടായിരുന്ന ഈ 3 നഗരങ്ങൾ കൂടിയിട്ട് ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. അതാണ് ആസ്തക് സാമ്രാജ്യം. അതായത് നമ്മുടെ ഇന്നത്തെ UAE പോലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെ, അതിൽ 7 എമിറേറ്റുകളാണ് ഉള്ളതെങ്കിൽ ഇവിടെ 3 എണ്ണമാണ് ഉള്ളത്. UAEയുടെ തലപ്പത്ത് അബുദാബിയിലെ കീഴവകാശിയാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഈ ആസ്തക് സാമ്രാജ്യത്തിന്റെ തലപ്പത്തുള്ളത് നമ്മുടെ ഈ തടാകത്തിന്റെ മധ്യത്തിലുണ്ടായിരുന്ന ടെനോഷിറ്റ്ലാൻഡ് നഗരത്തിന്റെ രാജാവാണ്. അങ്ങനെ ടെനോഷിറ്റ്ലാൻഡ് എന്നു പേരുള്ള ഈ തടാക നഗരത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ത്രിരാഷ്ട്ര സഖ്യമാണ് നമ്മൾ കേട്ടിട്ടുള്ള ആസ്തക് എന്ന് പറയുന്ന സാമ്രാജ്യം. അങ്ങനെ പിന്നീട് ഒരു 2 നൂറ്റാണ്ടുകളോളം ഈ ടെനോഷിറ്റ്ലാൻഡ് എന്ന് പറയുന്ന തടാക നഗരത്തിന്റെ നേതൃത്വത്തിൽ ഈ ആസ്തക് സാമ്രാജ്യം വളർന്ന് വികസിച്ചു. അവർ ഈ ത്രിരാഷ്ട്ര സഖ്യം അവരുടെ അതിരുകൾ പുറത്തേക്ക് വ്യാപിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഈ 2 നൂറ്റാണ്ടുകളോളം ഈ ഇന്നത്തെ മെക്സിക്കോയുടെ ഏതാണ്ട് മധ്യഭാഗം മുഴുവൻ ഈ ആസ്തക് സാമ്രാജ്യമാണ് നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെ അവരവരുടെ സുവർണ കാലഘട്ടത്തിലെത്തി. ഇപ്പോൾ വർഷം 1519. മൊക്ടെഷുമെ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ടെനോഷിറ്റ്ലാൻഡ് എന്ന് പറയുന്ന തടാക നഗരത്തിന്റെ രാജാവ്. അതായത് ഈ ആസ്തക് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഇപ്പോൾ ഈ മൊക്ടെഷുമെ രണ്ടാമനാണ്. മൊക്ടെഷുമെ രണ്ടാമൻ ഈ ആസ്തക് സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ തന്നെയാണ് ചക്രവർത്തി ആയത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ സാമ്രാജ്യത്തിന്റെ വിധി നിർണയിച്ച ഒരു സംഭവം നടന്നത്. അതായത് 1519 ഒരു സ്പാനിഷ് പരിവേഷകൻ എർണൻ കോർട്ടസ് എന്ന് പറയുന്ന ഒരാൾ, ഇയാളെ എർണാണ്ടോ കോർട്ടസ് എന്നാണ് വിളിക്കുന്നത്. ഈ എർണാണ്ടോ കോർട്ടസ് 1519 മെക്സിക്കോയുടെ അറ്റ്ലാന്റിക് തീരത്ത് കാലുകുത്തി. ഇതിന് 1 വർഷം മുമ്പ് 1518 ഇത്തരം ഒരു പര്യവേഷണ സംഘത്തിന്റെ തലവനായിട്ട് ഈ എർണൻ കോർട്ടസ് ചാർജ് എടുക്കുന്നത്. ഇദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്തേക്ക് അവരോധിച്ചത് തൊട്ടടുത്ത് കിടക്കുന്ന ക്യൂബയിലെ അന്നത്തെ സ്പാനിഷ് ഗവർണറായിരുന്ന വൊളാസ്കസ് എന്ന ആളായിരുന്നു. ഈ വൊളാസ്കസ് വിചാരിച്ചിരുന്നത് ഈ കോർട്ടസ് വൊളാസ്കസ് പറയുന്നത് കേൾക്കും, ഈ കോർട്ടസിനെ മെക്സിക്കോയിലേക്ക്, ഈ ആസ്തക് സാമ്രാജ്യത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ്. അവിടെ അളവറ്റ ധനം സ്വർണം ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പര്യവേഷണത്തിന് അവർ തയ്യാറായത്. അതായത് ഈ എർണാണ്ടോ കോർട്ടസിന്റെ ലക്ഷ്യം പര്യവേഷണം മാത്രമല്ല, ഇവിടെയുള്ള ധനം സ്വർണമൊക്കെ മോഷ്ടിക്കുക എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്യൂബൻ ഗവർണറായിട്ടുള്ള വൊളാസ്കസ് ഇയാളെ ഈ സംഘത്തിന് തലവനായിട്ട് നിയമിച്ചത്. പക്ഷേ 1518 ഈ നിയമനം നടക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ ഈ ക്യൂബൻ ഗവർണറായ വൊളാസ്കസിന് ഒരു കാര്യം മനസ്സിലായി, കോർട്ടസ് കയ്യിൽ നിൽക്കുന്ന ആളല്ല.
അയാളുടെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിഷേധിയായിട്ടുള്ള ഒരാളാണ്. ഈ കോർട്ടസിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ പണിയാകും എന്ന് മനസ്സിലാക്കിയ വൊളാസ്കസ് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവിറക്കി ഈ കോർട്ടസിനെ പര്യവേഷണ സംഘത്തിന്റെ തലവൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയതായിട്ട്. പക്ഷെ കോർട്ടസ് ഉണ്ടോ വിടുന്നു. ഈ കാര്യം അറിഞ്ഞ കോർട്ടസ് ഒരു ദിവസം രാത്രിയിൽ ക്യൂബൻ തീരത്ത് കിടന്നിരുന്ന കുറേ സ്പാനിഷ് കപ്പലുകൾ മോഷ്ടിച്ചിട്ട് ഇദ്ദേഹത്തോട് കൂറുണ്ടായിരുന്ന ഒരു 630 പടയാളികളൊക്കെ ആയിട്ട് 630 സ്പാനിഷ് പോരാളികളൊക്കെ ആയിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് നേരെ ഈ മെക്സിക്കൻ തീരത്ത് വന്ന് കാലുകുത്തി 1519. എർണാണ്ടോ കോർട്ടസും കൂട്ടത്തിൽ 630 സ്പാനിഷ് ഭടന്മാരും. ഇവരുടെ കയ്യിൽ വാളും പരിചയമാണ് ആയുധം. ഈ 630 പേരെ വെച്ചിട്ട് ഈ വിശാലമായിട്ട് കിടക്കുന്ന മെക്സിക്കോയിൽ അല്ലെങ്കിൽ വലിയ സൈന്യമൊക്കെ ഉള്ള സുസജ്ജമായ ഈ ആസ്തക്കളുമായിട്ട് ഇദ്ദേഹം എങ്ങനെ പോരടിക്കാനാണ്? ആദ്യമേ തന്നെ ഈ സ്പാനിഷുകാരുടെ ബുദ്ധി പ്രവർത്തിച്ചു. അവരെന്ത് ചെയ്തു? എങ്ങനെയൊക്കെ പോയാലും ഏത് രാജ്യത്ത് ചെന്നാലും ഒരു രാജ്യത്തിന് എതിരാളികളായിട്ട് ആ സ്ഥലത്ത് തന്നെ മറ്റു ചില ആളുകൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ആളുകളെ ഈ കോർട്ടസ് തപ്പിയെടുത്തു. അങ്ങനെ ഒരു വർഗത്തെ ഈ കോർട്ടസിന് കിട്ടി. ടെലാക്സ് കൾട്ടക് എന്നാണ് ആ വർഗ്ഗക്കാരുടെ പേര്. അവർ വർഷങ്ങളായിട്ട് ഈ ആസ്തക് സാമ്രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സ്പാനിഷുകാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ ആസ്തക്കുകളെ തകർക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കി. ഈ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തീരത്ത് പണ്ട് മുതലേ വന്നിറങ്ങിയിരുന്ന സ്പാനിഷ് കപ്പലുകളിൽ നിന്ന് സ്പാനിഷ് പഠിച്ച ഒരു നാട്ടുകാരി പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിനെ ഇയാൾക്ക് കിട്ടി. മറീന എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ പിന്നീട് കോർട്ടസിന്റെ എല്ലാ കാര്യങ്ങളിലും ദ്വിഭാഷിയായിട്ട് വർക്ക് ചെയ്തു. കാരണം അവർക്ക് ഈ 2 ഭാഷയും ഇപ്പോഴറിയാം. അന്ന് ഈ കോർട്ടസിന്റെ കൂടെ കൂടിയതാണ് ഈ മറീന. ഈ മറീന മാത്രമല്ല കോർട്ടസിന്റെ കൂടെ കൂടിയത്, ആസ്തക്കുകളുടെ ശത്രുക്കളായിട്ടുള്ള പലരും ഇവരുടെ കൂടെ കൂടി. അങ്ങനെ ഈ 630 എന്നുള്ള ഈ സംഖ്യ മാറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 3000-അടുത്തുള്ള ഒരു ചെറിയൊരു സൈന്യമായിട്ട് മാറിയിട്ടുണ്ട് കോർട്ടസിന്റെ സേന. അങ്ങനെ 3000-ഓളം വരുന്ന തൻ്റെ ഈ സങ്കര സേനയുമായിട്ട് കോർട്ടസ് ടെനോഷിറ്റ്ലാൻ എന്ന് പറയുന്ന നഗരത്തിന്റെ കവാടത്തിൽ എത്തിച്ചേർന്നു. സത്യത്തിൽ ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴേക്കും ഈ സ്പാനിഷുകാർ അന്തം വിട്ടുപോയി എന്നാണ് പറയുന്നത്. അവരുടെ തന്നെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തടാകം, അതിന് മധ്യത്തിൽ ഇത്രയും വലിയ നഗരം, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം, ഇതൊക്കെ കണ്ടിട്ട് സ്പാനിഷുകാർ അന്തം വിട്ടുപോയി. ഈ സ്പാനിഷുകാരുടെ പടയെയും കോർട്ടസിനെയും കണ്ടിട്ട് ഈ മൊക്ടഷുമ രണ്ടാമൻ അദ്ദേഹം ആക്രമണത്തിന് മുതിർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം. അയാൾ മറ്റൊരു രാജ്യത്തിൻ്റെ അംബാസഡറെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് ആ രീതിയിൽ പുറത്തു വന്ന ശേഷം ഈ കോർട്ടസിനെ സ്വീകരിച്ചിട്ട് ഇദ്ദേഹത്തെയും പടയാളികളെയും ഒന്നടങ്കം ഈ നഗരത്തിലേക്ക്, ഈ തടാക മധ്യത്തിലുള്ള ടെനോഷിറ്റ്ലാൻ എന്ന് പറയുന്ന നഗരത്തിലേക്ക് ക്ഷണിച്ച് കയറ്റുകയും അവിടെ ഇവർക്ക് താമസിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, ഈ രാജകൊട്ടാരത്തിൽ തന്നെ ഏതാണ്ട് 100-ന് മുകളിൽ റൂമുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഒരു 3000 ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത്ര പ്രയാസമൊന്നും ഉണ്ടായില്ല. ഒരു യുദ്ധത്തിന് പോലും മുതിരാതെ മൊക്ടഷുമ രണ്ടാമൻ കോർട്ടസിനെ എന്തുകൊണ്ടാണ് തൻ്റെ രാജധാനിയിലേക്ക് വിളിച്ച് കയറ്റിയത് എന്നുള്ളത് ഇപ്പോഴും ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്ക വിഷയമാണ്. പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് കോർട്ടസ് ചെന്ന സമയത്ത് ഇവരുടെ ഈ തടാക നഗരത്തിൽ, ഈ ടെനോഷിറ്റ്ലാൻ നഗരത്തിൽ ഒരു വലിയ ഉത്സവം നടക്കുകയായിരുന്നു. അതുകൊണ്ടാവാം ഒരു യുദ്ധത്തിന് ഇദ്ദേഹം തയ്യാറാവാതിരുന്നത്. അത് മാത്രമല്ല, ആസ്തക്കളുടെ ഇടയിൽ മറ്റൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വേറെ ചിലർ പറയുന്നുണ്ട്. അതായത് കിഴക്ക് നിന്ന് വെളുത്ത് വിളറിയ നിറമുള്ള ഒരു ദേവൻ വരുമെന്നും ആ ദേവനെ ഇവർ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്താണേലും ഒട്ടനവധി കാരണങ്ങൾ ഈ മൊക്ടഷുമ രണ്ടാമൻ കോർട്ടസിനെ വിളിച്ച് അകത്ത് കയറ്റിയതിനായിട്ട് പറയുന്നുണ്ട്. അതിലേതാണ് ശരി എന്നുള്ളത് നമുക്കറിയില്ല. എന്താണേലും ശത്രുവായിട്ട് ഈ നഗരം ആക്രമിക്കാൻ വന്ന കോർട്ടസ് ഇപ്പോൾ ഇവരുടെ അതിഥിയായിട്ട് ഈ രാജകൊട്ടാരത്തിൽ ഉണ്ട്. പക്ഷെ പണ്ട് അറബി ഒട്ടകത്തിന് ഇട കൊടുത്ത കഥ നമുക്കറിയാം. അതുപോലെ ഒരു ഒട്ടകമാണ് ഈ കോർട്ടസ് എന്നുള്ളത് മൊക്ടഷുമ രണ്ടാമൻ വളരെ താമസിച്ചാണ് മനസ്സിലാക്കിയത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല, ഇവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭാഷപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നത് മറീന എന്ന് പറഞ്ഞുള്ള ഒരു നാട്ടുകാരി പെണ്ണാണ്. ഈ നാട്ടുകാരി പെണ്ണ് പിന്നീട് ഈ കോർട്ടസിന്റെ ഭാര്യയായിട്ട് മാറുകയും കോർട്ടസിന്റെ കുഞ്ഞിന്, ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അതൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങളാണ്. ആ ആൺകുഞ്ഞിന്റെ പേര് മാർട്ടിൻ എന്നാണ്. ഈ മാർട്ടിൻ സ്പാനിഷ് മെക്സിക്കൻ വർഗ്ഗക്കാർക്കിടയിൽ ഉണ്ടായ ആദ്യകാലത്തെ മിക്സഡ് റേസ് കുട്ടികളിൽ ഒന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണേലും ആ ഒരു ചരിത്രം ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ കഥയുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നും ഇല്ല. ആദ്യത്തെ ഒരു മാസം ഒരു കുഴപ്പവും ഉണ്ടായില്ല. എല്ലാം സുഗമമായിട്ട് മുന്നോട്ട് പോയി. ആ സമയത്ത് സ്പാനിഷുകാർ ഈ നഗരങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ചു, കണ്ടു.
ഈ സമയത്ത് കോർട്ടസ് സ്പെയിനിലേക്ക് എഴുതിയ ചില ലെറ്ററുകളിൽ നിന്നാണ് ടെനോഷിറ്റ്ലാൻ നഗരം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിശദമായിട്ട് തന്നെ കോർട്ടസ് അത് എഴുതിയിരുന്നു. അത് മാത്രമല്ല, ചെന്ന പാടെ രത്നങ്ങൾ കൊണ്ടുള്ള വലിയൊരു നെക്ലസ് ആണ് മൊക്ടഷുമയ്ക്ക് കോർട്ടസ് സമ്മാനമായിട്ട് കൊടുത്തത്. തിരിച്ച് ഈ മൊക്ടഷുമ കോർട്ടസിന് കൊടുത്തത് അളവറ്റ സ്വർണവും. അതോടുകൂടിയിട്ട് ഇവരുടെ കയ്യിൽ ധാരാളം സ്വർണമുണ്ട് എന്നുള്ള വസ്തുത ഈ സ്പെയിൻകാരും മനസ്സിലാക്കി. ഇതിനിടയിൽ ടെനോഷിറ്റ്ലാൻ നഗരത്തിന്റെ പുറത്ത് നടന്ന ഒരു കലാപത്തിൽ 1-2 സ്പാനിഷ് പട്ടാളക്കാർ വധിക്കപ്പെട്ടു. ആകെ 630 സ്പാനിഷ് പട്ടാളക്കാരാണ് നമ്മുടെ ഈ കോർട്ടസിന്റെ കൂടെ ഉള്ളത്. ബാക്കി നാട്ടുകാരായിട്ടുള്ള ആസ്തക്കുകളുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളാണ്. ഇതിലൊരാൾ വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കോർട്ടസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ഇതെങ്ങനെ വധിക്കപ്പെട്ടു എന്ന് കോർട്ടസ് അന്വേഷിച്ചു. ആ സമയത്ത് എങ്ങനെയോ ഇദ്ദേഹത്തിനൊരു വിവരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അത് മൊക്ടഷുമ രണ്ടാമനാണ് ഇതിന്റെ പുറകിൽ എന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയ വിവരം. അതോടുകൂടിയിട്ട് ഈ കോർട്ടസിന്റെ ഉള്ളിൽ പ്രതികാരദാഹം അങ്ങ് വന്നു. കാരണം തന്നെ ഇവിടെ അതിഥിയായിട്ട് വിളിച്ച് കയറ്റിയിട്ട് തൻ്റെ ആളുകളെ വധിക്കുക, ഈ മൊക്ടഷുമയ്ക്ക് അപ്പം വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്ന് കോർട്ടസിന് മനസ്സിലായി. അതോടുകൂടിയിട്ട് ഇവർ തമ്മിലുള്ള ആ പക, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരേ കൊട്ടാരത്തിൽ താമസിക്കുന്ന കോർട്ടസും മൊക്ടഷുമയും തമ്മിൽ ഉള്ളിൽ വലിയ പക പതുക്കെ വളർന്നു വന്നു. ഈ സമയത്ത് നമ്മുടെ പഴയ ക്യൂബൻ ഗവർണർ ഉണ്ടല്ലോ, ഈ കോർട്ടസിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ആള് കുറെ സ്പാനിഷ് പട്ടാളക്കാരെ ഈ മെക്സിക്കോയിലേക്ക് അയച്ചു. ഇതറിഞ്ഞ കോർട്ടസ് എന്ത് ചെയ്തു, തന്റെ വിശ്വസ്തനായിട്ടുള്ള അൽവരാഡോ എന്ന് പറയുന്ന ഒരു ഓഫീസറെ ഇവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ച ശേഷം കുറച്ച് സൈനികരെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. ബാക്കിയുള്ള സൈനികരുമായിട്ട് ഈ ടെനോഷിറ്റ്ലാൻ നഗരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു കിടന്നു. എന്നിട്ട് ഈ മെക്സിക്കൻ തീരത്തെത്തിയിട്ട് ഇവിടെ ഇദ്ദേഹത്തെ പിടിക്കാൻ വന്ന ഈ പട്ടാളക്കാരുമായിട്ട്, സ്പാനിഷ് പട്ടാളക്കാരാണ് അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് തടവുകാരായിട്ട് പിടിച്ച സ്പാനിഷ് പട്ടാളക്കാരെ ഇദ്ദേഹം കൊന്നൊന്നുമില്ല. അവരെ വെറുതെ വിട്ട ശേഷം അവരോട് ഇദ്ദേഹം പറഞ്ഞു, കോർട്ടസ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ടെനോഷിറ്റ്ലാൻ നഗരത്തിനാണ് ഉള്ളത്, ഈ അൽവരാഡോ അവിടെ ഉണ്ട്. നമ്മൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഈ നഗരത്തിൽ, ഈ കൊട്ടാരത്തിൽ അളവറ്റ സ്വർണ്ണമുണ്ട്. ഈ യുദ്ധത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഈ സ്വർണത്തിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വീതം വെച്ച് തരാം എന്ന് ഈ പിടികൂടിയ പട്ടാളക്കാരോട്, അവരും സ്പാനിഷുകാരാണ്, ഈ കോർട്ടസ് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സന്തോഷമായി. കാരണം പട്ടാളക്കാർക്ക് ശമ്പളം വേണ്ടേ, ഭക്ഷണം വേണ്ടേ, വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടേ, ഇത്രയും സ്വർണം കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം ഈ കോർട്ടസിൻ്റെ കൂടെ അങ്ങ് ചേർന്നു. അതായത് കുറച്ച് സൈനികരുമായിട്ട് യുദ്ധത്തിന് മെക്സിക്കൻ തീരത്തേക്ക് പോയ ഈ കോർട്ടസ് ഇനി തിരിച്ചു വരുമ്പോഴേക്കും കൂടുതൽ പട്ടാളക്കാരുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതേ സമയത്ത് ടെനോഷിറ്റ്ലാൻ നഗരത്തിൽ ഈ മൊത്തം സംഭവങ്ങളുടെ ബാലൻസ് മാറ്റുന്ന രീതിയിലുള്ള ഒരു ദാരുണ സംഭവം നടന്നു. അതായത് കോർട്ടസ് പുറത്തേക്ക് യുദ്ധത്തിന് പോയ സമയത്ത് അൽവരാഡോ എന്ന് പറഞ്ഞ ഒരാളാണല്ലോ ഈ പാലസിൽ ഉണ്ടായിരുന്നത്, കുറച്ച് സ്പാനിഷ് സൈനികരൊക്കെ ആയിട്ട്. അദ്ദേഹമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ മൊക്ടഷുമ ചതിച്ചിട്ട് ഇയാളെ തടവിലാക്കാൻ കൊല്ലും എന്നുള്ള ഭയത്തിലാണ് ഇദ്ദേഹം ഈ പാലസിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സമയങ്ങളിൽ ഒരു ദിവസം രാത്രിയിൽ ഈ ആസ്തക്കുകൾ ഈ നഗരത്തിൽ തന്നെയുള്ള, ഈ ദ്വീപ് നഗരത്തിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് അവർ കൂട്ടം കൂടുന്നത് അൽവരാഡോ ശ്രദ്ധിച്ചു. അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് 2-3 സ്പാനിഷ് പട്ടാളക്കാരെ അയാൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാഷ അറിയാൻ മേലാത്ത സ്പാനിഷ് പട്ടാളക്കാർക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്നും മനസ്സിലായില്ല. അവർ തിരിച്ചു വന്നിട്ട് ഈ അൽവരാഡോ എന്ന് പറഞ്ഞ ഓഫീസറോട് പറഞ്ഞു, അവർ നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുവാണ്, നമ്മൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് നേരത്തെ തന്നെ പേടിച്ചിരുന്ന ഈ അൽവരാഡോ കുറച്ചുകൂടി ഭയപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു, ഈ ആളുകളോട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും 1-2 പേരെ രഹസ്യമായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോവാ, നമുക്ക് അവരെ ചോദ്യം ചെയ്യാം. അങ്ങനെ 2 നാട്ടുകാരെ ഈ സ്പാനിഷ് പട്ടാളക്കാർ ഈ കൂട്ടത്തിൽ നിന്ന് പൊക്കി. എന്നിട്ട് അവരെ ഇതിനകത്ത് ഇവരുടെ റൂമിൽ വെച്ചിട്ട് കാര്യമായ രീതിയിൽ പീഡനങ്ങൾ കൊടുത്തിട്ട് ചോദ്യം ചെയ്തു. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൊല്ലാനൊന്നും അല്ല കൂട്ടം കൂടിയിരിക്കുന്നത്, അവിടെ നടക്കുന്നത് ഒരു ദേവന്റെ ഉത്സവമാണ്, അത് ഇന്ന് രാത്രിയാണ്, അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആളുകൾ വന്ന് കൂടുന്നത് എന്ന് ആ ആളുകൾ പറഞ്ഞു, പിടികൂടപ്പെട്ടവർ പറഞ്ഞു. പക്ഷേ ഇവര് മർദ്ദനം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. അവസാനം ഇവരെന്ത് ചെയ്തു, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ 2 പേര് ഇവരോട് പറഞ്ഞു, അല്ല ഞങ്ങൾ അവിടെ ഉത്സവമൊന്നുമല്ല, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതാണ്. സത്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു ഉത്സവമാണ്. എന്നാൽ തങ്ങളെ കൊല്ലാനുള്ള ഗൂഢാലോചനയാണ് അവിടെ നടക്കുന്നത് എന്ന് വിചാരിച്ച ഈ അൽവരാഡോ അദ്ദേഹം കുറച്ച് സൈനികരുമായിട്ട് ഇരുളിൻ്റെ മറവിൽ ഈ ഉത്സവം നടക്കുന്ന അവിടെ ചെന്നു. അവിടെ ഒരു ചെറിയ ജാലിയൻ വാലാബാഗ് ആവർത്തിക്കുകയായിരുന്നു. രാത്രിയുടെ മറവിൽ 4 വശത്തു നിന്നും അപ്രതീക്ഷിതമായിട്ട് ചാടി വീണ സ്പാനിഷ് പട്ടാളക്കാരെ എതിർത്ത് നിൽക്കാനൊന്നും ഈ സാധാരണ നാട്ടുകാർക്ക് അവർക്ക് പറ്റിയില്ല. കാരണം അവർ ഉത്സവം കൂടാൻ വന്ന സാധാരണ ആളുകളാണ്. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എല്ലാവരെയും ഈ സ്പാനിഷുകാർ അരിഞ്ഞു വീഴ്ത്തി. വലിയൊരു കൊലപാതകമായിരുന്നു, അല്ലെങ്കിൽ കൂട്ട കൊലപാതകമാണ് അവിടെ നടന്നത്. എത്ര പേര് മരണപ്പെട്ടു എന്ന് ഒരു പിടുത്തവും നമുക്കില്ല.
ഒരു രേഖകളിലുമില്ല. ഒരു പക്ഷേ ഈ കൂട്ടക്കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാവാം ഈ അൽവരാഡോ തൻ്റെ കുറിപ്പുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഒരു നരബലി നടക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടി. അത് തടയാൻ വേണ്ടിയിട്ട് ഈ സ്പാനിഷ് പട്ടാളക്കാരെ അവിടെ ചെല്ലുകയും അവരെ നാട്ടുകാരെ ആക്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് തങ്ങൾ തിരിച്ചടിച്ചത് എന്നാണ് ഇയാളുടെ ജേർണലിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു കൂട്ടക്കൊലയുടെ പാവക്കറയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവാം അയാൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ നരബലി കൊടുക്കുന്ന പതിവ് ഇവർക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഈ ശത്രു രാജ്യങ്ങളിൽ പോയി ആക്രമിച്ചിട്ട് തടവുകാരായിട്ട് കിട്ടുന്ന അടിമകളെ ഇവരുടെ ദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നരബലി കൊടുത്തിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് അതവിടെ നടന്നിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. എന്താണേലും വലിയൊരു കൂട്ടക്കൊലപാതകത്തിലാണ് അത് കലാശിച്ചത്. പിറ്റേ ദിവസം രാവിലെയായി ആ നഗരത്തിലെ ആളുകൾ മുഴുവൻ ഇത് അറിഞ്ഞു. നഗരം മുഴുവൻ അങ്ങ് ഇളകി. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ രാജാവായിട്ടുള്ള മൊക്ടെഷുമ രണ്ടാമൻ ഈ പാലസിൽ എങ്ങനെ ഇരിപ്പാണ്. ഇദ്ദേഹം പുറത്തേക്കൊന്നും വരുന്നില്ല. ഇങ്ങനെ ഒരു വലിയ ദാരുണ സംഭവം നടന്നിട്ട് അയാൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഈ ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, ഇയാൾ ഈ സ്പാനിഷുകാരുടെ ഒരു പാവയായിട്ട് കളിപ്പാവയായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഇയാളെ കൊണ്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ കലാപങ്ങൾ തുടങ്ങി. പക്ഷേ ഈ ജനങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം ശരിയായിരുന്നു. ഈ മൊക്ടെഷുമ രണ്ടാമൻ സ്പാനിഷുകാരുടെ കളിപ്പാവയായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ആതിഥേയനെ തടവിലാക്കിയിരിക്കുകയാണ്. അതായത് സ്പാനിഷുകാരുടെ തടവിലാണ്, വീട്ടു തടവിലാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ കഴിയുന്ന മൊക്ടെഷുമ രണ്ടാമനും അയാളുടെ പിള്ളേരും ബന്ധുക്കളും ഒക്കെ. ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. അങ്ങനെ തടവിൽ കഴിയുന്ന മൊക്ടെഷുമ രണ്ടാമൻ ഇതുപോലെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അയാൾക്ക് അതിനുള്ള ശേഷിയില്ല, അയാൾക്ക് പറ്റില്ല. അതാണ് അയാളുടെ അവസ്ഥ. അങ്ങനെ ഈ നഗരം കലാപത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് ഈ മെക്സിക്കൻ തീരത്തേക്ക് വളരെ കുറച്ച് സ്പാനിഷ് സൈനികരുമായിട്ട് പോയ ഈ കോർട്ടസ് തിരിച്ചു വന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴോ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 3 ഇരട്ടി ആളുകളുണ്ട്. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ ഭയം ഇരട്ടിച്ചു. സ്പാനിഷുകാർ തങ്ങളെ ഇതിനകത്തിട്ട് വളഞ്ഞ് തീ വെച്ച് കൊല്ലാനാണ് ഇവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ദ്വീപ് മുഴുവൻ നശിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകൾ ഈ ദ്വീപ് നഗരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് വ്യാപിച്ചു. ആയുധധാരികളായിട്ടുള്ള സ്പാനിഷുകാരെ പെട്ടെന്ന് ആക്രമിക്കാൻ ആസ്ട്രക്കുകൾ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകളൊന്നും കൂടാതെ തന്നെ കോർട്ടസ് ഈ രാജധാനിയിൽ തിരിച്ചു പ്രവേശിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അൽവരാഡോ ഈ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ആകെ പ്രശ്നമാണ്, നഗരത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം. കോർട്ടസിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളാകും. ഇദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. ഈ മൊക്ടെഷുമ രണ്ടാമനെ വിളിച്ചിട്ട് കോർട്ടസ് പറഞ്ഞു, നിങ്ങൾ ഒരു ടെറസിന്റെ മുകളിൽ, ഏറ്റവും മുകളിലെ ഭാഗത്ത്, ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലെ ടെറസിൽ കയറി നിൽക്കുക. എന്നിട്ട് ആളുകളോട് സംസാരിക്കുക. അവരോട് പറയുക, സ്പാനിഷുകാരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഒരു തെറ്റിദ്ധാരണ പുറത്താണ് ഈ കൊലപാതകമൊക്കെ നടന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കും, അല്ലെങ്കിൽ അവരത് അനുസരിക്കും. അങ്ങനെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഈ മൊക്ടെഷുമ രണ്ടാമൻ ഈ പാലസിന്റെ ഒരു ടെറസിന്റെ മുകളിൽ കയറി നിന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഈ ടെറസിന്റെ മുകളിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പെട്ടെന്ന് ഈ ടെറസിന്റെ താഴെ, ഈ കൊട്ടാരത്തിന് താഴെ വലിയൊരു സ്ക്വയറാണ്, വലിയൊരു വിശാലമായ ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ആളുകൾ വരാനായിട്ട് തുടങ്ങി. ആളുകളെല്ലാം വന്ന് എത്തി. പക്ഷേ അതിഭയങ്കരമായ ബഹളമാണ്. കാരണം മൊക്ടെഷുമയെ അവർക്ക് ഇപ്പോൾ വിശ്വാസമില്ലാതായിരിക്കുകയാണ്. അയാൾ സ്പാനിഷുകാരുടെ പാവയാണ് എന്ന് അവർക്കറിയാം. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കാൻ തുടങ്ങി. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് തുടങ്ങി. മൊക്ടെഷുമ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അതൊന്നും ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതിന് മാത്രം ബഹളമാണ് അവിടെ സംഭവിക്കുന്നത്. ആരൊക്കെയോ കല്ലെടുത്ത് എറിയാനായിട്ട് തുടങ്ങി. 1-2 കല്ലുകൾ ഈ ടെറസിന്റെ മുകളിലേക്ക് വന്ന് വീണു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിഭീകരമായ രീതിയിൽ ആളുകൾ അവിടെ വന്ന് കൂടി. അവരെല്ലാം കല്ലുകൾ എടുത്തിട്ട് ഈ മൊക്ടെഷുമയെ എറിയാൻ തുടങ്ങി. അങ്ങനെ എറിയുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, ഈ മൊക്ടെഷുമ രണ്ടാമൻ്റെ ഒരു ബന്ധു ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ബന്ധുവിനെ അടുത്ത രാജാവായിട്ട് ഇവരങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് അയാളെ തോളത്തെടുത്ത് ഉയർത്തിയിട്ട് ഇവർ പൊക്കി കാണിച്ചു, ഇയാളാണ് ഞങ്ങളുടെ രാജാവ്, നിങ്ങൾ സ്പാനിഷുകാരനാണ്, അല്ലെങ്കിൽ അവർ ഇവിടെ കൂടിയ ചതിയനാണ്, ഇയാളാണ് ഇനി രാജാവ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ട് ഹൃദയം തകർന്നു നിന്ന മൊക്ടെഷുമയുടെ കറക്റ്റ് തലയ്ക്ക് ആരോ വലിയൊരു കല്ലെടുത്തെറിഞ്ഞു. അത് സൂക്ഷ്മം അദ്ദേഹത്തിന്റെ മർമ്മത്ത് തന്നെ കൊണ്ടു. ആ നിമിഷം തന്നെ ഈ മൊക്ടെഷുമ നിലംപതിച്ചു. ഇത് കണ്ടതോടെ ആയുധധാരികളായിട്ടുള്ള സ്പാനിഷ് പടയാളികൾ പുറത്തേക്ക് ഇറങ്ങി. അവർ ആ കൂട്ടം കൂടി നിന്ന ആ ആളുകളെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചു. പക്ഷേ മൊക്ടെഷുമയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. രക്തം വാർന്ന് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഈ മൊക്ടെഷുമ രണ്ടാമൻ രാജാവ് അന്തരിച്ചു. ഇവിടെ 2 ഭാഷ്യമുണ്ട്. അതായത് കല്ലേറിലാണ് മൊക്ടെഷുമ മരിച്ചത് എന്നും, അതല്ല മൊക്ടെഷുമയെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ലെന്നും ആളുകൾ അദ്ദേഹം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നും മനസ്സിലാക്കിയ സ്പാനിഷുകാർ തന്നെയാണ് അദ്ദേഹത്തെ വധിച്ചതെന്നും 2 അഭിപ്രായമുണ്ട്. ഇതിൽ ഏത് അഭിപ്രായമാണ് ശരിയെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ആസ്ട്രക് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലെ രാജാവായിരുന്ന മൊക്ടെഷുമ രണ്ടാമൻ
അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ കയ്യിൽ തന്നെ അല്ലെങ്കിൽ ആ കയ്യാല തന്നെ മരണപ്പെട്ടു എന്നാണ് ചരിത്രം എഴുതിയിരിക്കുന്നത്. മൊക്ടെഷുമെ തൻ്റെ രാജധാനിയിൽ അതിഥികളുടെ തടവുകാരനായിട്ട് ഇതുപോലെ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനും ബാക്കി ബന്ധുക്കളും ഈ സ്പാനിഷുകാരുടെ കൂട്ടത്തിൽ തന്നെ തടവറകളിലുണ്ട്. അവരെല്ലാം ജീവനോടെ തന്നെ ഉണ്ട്. എന്താണെങ്കിലും ആ ഒരു സംഭവത്തോടെ ആസ്തക്കുകളുടെ സ്വഭാവം അങ്ങ് മാറി. കാരണം അവരുടെ ശരിക്കുള്ള രാജാവ് മരണപ്പെട്ടു. അതുമാത്രവുമല്ല, അവർക്കിനി രാജാവുണ്ട്. ആക്ച്വലി ഒരാളെ പുറത്ത് ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജധാനിയുമായിട്ട് പാലസുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഈ പാലസ് നിറച്ച് ഇവരുടെ ശത്രുക്കൾ മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം ആസ്തക്കുകൾക്ക് മനസ്സിലായി. അങ്ങനെ ആസ്തക്കുകൾ എന്ത് ചെയ്തു? ഇവരിവിടെ നിന്ന് പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്തേക്കുള്ള വരമ്പുകൾ, ആ വരമ്പുകൾ മുഴുവൻ ഇവരങ്ങ് തകർത്തു. ആദ്യം പറഞ്ഞിരുന്നില്ലേ, പുറത്തേക്ക് ഏതാണ്ട് 8 വരമ്പുകളാണ് പുറത്തേക്കുള്ള വഴികളായിട്ടുള്ളത്. ഈ വരമ്പുകളിലൊക്കെ പല ബ്രിഡ്ജുകൾ, പാലങ്ങളൊക്കെ ഉണ്ട്. ഈ നൗകകൾ, വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? ഈ പാലങ്ങൾ മുഴുവൻ അങ്ങ് തകർത്തു. അങ്ങനെയാണെങ്കിൽ ഈ സ്പാനിഷുകാർക്ക് ഇനി പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവരുടെ കയ്യിൽ തോണികളില്ല. അത് മാത്രമല്ല, ഇവരുടെ കയ്യിൽ കുതിരകളും കുതിര വണ്ടികളും ഒക്കെ ഉണ്ട്. അതായത് ഈ വരമ്പുകളിൽ കൂടെ അല്ലാതെ ഇവർക്ക് ഇനി പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ആ വരമ്പുകളിലെ പാലങ്ങൾ മുഴുവൻ ഇവർ തകർത്ത് കളഞ്ഞു. ഇനി എങ്ങനെ ഈ സ്പാനിഷുകാരും അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള നാട്ടുകാരും പുറത്തേക്ക് കടക്കും? അവർ ശരിക്കും ഇതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സ്പാനിഷുകാർ ഈ കോട്ടയ്ക്കുള്ളിൽ കുടുങ്ങിയിട്ട് ഏതാണ്ട് 90 ദിവസങ്ങളായി. ഈ 90 ദിവസവും ഇവർ ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു മാർഗവും ഇല്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി, പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും ഇവർ തകർത്ത് കളഞ്ഞു. ഈ പാലങ്ങളെല്ലാം ഇവർ തകർത്തു. ഇവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഒരു വഴിയുമില്ല. ആസ്തക്കുകൾക്ക് പുറത്തേക്ക് പോകാം, അകത്തേക്ക് വരാം. കാരണം അവർക്ക് തോണികളുണ്ട്. ഈ പാലങ്ങളും ഈ വരമ്പുകളും ഉപയോഗിക്കേണ്ട ആവശ്യം തൽക്കാലം ഈ സ്പാനിഷുകാർക്ക് മാത്രമേ ഉള്ളൂ. ഇനിയും ഈ കോട്ടയ്ക്കുള്ളിൽ കിടക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. കാരണം ഇവരുടെ ഭക്ഷണം, വെള്ളം എല്ലാം തീരാറായി. 1-2 ആഴ്ചകൾ മാത്രമേ ഇനി ഇവർക്ക് ഇതിനകത്ത് നിലനിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിന് മുൻപ് ഒന്നുകിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ ആസ്തക്കുകൾക്ക് കീഴടങ്ങണം. അങ്ങനെ കീഴടങ്ങിയാൽ ഇവരെ ഒന്നടങ്കം അവർ വധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, എങ്ങനെയും ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കണം. അതിനുള്ള വഴികൾ ഈ കോർട്ടസും സംഘവും ബാക്കിയുള്ള ആളുകളും ഒക്കെ അവരിരുന്ന് കൂടി ആലോചിച്ചു. ഓരോ ദിവസവും പല പല വഴികളാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും പുറത്ത് കിടക്കണം. അത് രാത്രി കിടക്കണോ പകൽ കിടക്കണോ? പകൽ കിടക്കണം എന്നാണ് കുറേ ആളുകൾ പറഞ്ഞത്. കാരണം പകല് ദൂരെ കാഴ്ച കിട്ടും, ശത്രുക്കൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇവർക്ക് അതിവേഗം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പകല് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് ഒരു കൂട്ടർ പറഞ്ഞു. പക്ഷേ വേറൊരു കൂട്ടർ പറഞ്ഞു രാത്രി പോകുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാലങ്ങളെല്ലാം തകർത്തിട്ടിരിക്കുന്നത് കൊണ്ട് രാത്രിയിൽ ഒരു കാരണവശാലും സ്പാനിഷുകാർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ഈ ആസ്തക്കുകൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാത്രി പോയാൽ രാത്രി കാലങ്ങളിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ആസ്തക്കുകളുടെ സൈന്യത്തിൻ്റെ കാവലുകൾ കുറവായിരിക്കും. അത് ഇവർക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവർക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തൂടെ വേണം രാത്രിയിൽ ഇവർക്ക് പോകുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തൊട്ടടുത്ത് എന്താണ് ഉള്ളതെന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ശത്രു എവിടെ നിന്ന് വരുന്നെന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ശത്രുക്കളോ അവർ ജനിച്ച് വളർന്ന സ്ഥലത്താണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പകലും രാത്രിയും ഒരുപോലാണ്. അതായത് പകല് പോയാലും ഇവർക്ക് പ്രശ്നമാണ്, രാത്രി പോയാലും പ്രശ്നമാണ്. പക്ഷേ കോർട്ടസ് രാത്രി പോകുവാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. കാരണം രാത്രി കാലങ്ങളിൽ സൈനിക സാന്നിധ്യം, കാവലുകൾ കുറവാണ്. തന്നെയുമല്ല മഴക്കാലവുമാണ്. മഴ പെയ്യുന്ന ഒരു രാത്രി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവരുടെ നീക്കം ശത്രുക്കൾ തിരിച്ചറിയില്ല. അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കണ്ടെത്തിയിട്ട് രാത്രി പോകാൻ തന്നെ കോർട്ടസ് തീരുമാനിച്ചു. ഇനി അടുത്ത പ്രശ്നം, ഇവർക്ക് ഈ കൊട്ടാരത്തിൽ നിന്നും കിലോ കണക്കിന് സ്വർണം കിട്ടിയിട്ടുണ്ട്. ഈ സ്വർണം എങ്ങനെ കടത്തും എന്നുള്ളതാണ്. കാരണം ഇവർ വന്നത് ഇതിനാണല്ലോ. ജീവൻ പണയപ്പെടുത്തിയും ഈ സ്വർണം ഇവിടെ നിന്ന് കടത്തണം എന്ന് തന്നെയാണ് സ്പെയിൻകാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പല വഴികൾ ഇവർ ആലോചിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്താണേലും ഈ പട്ടാളക്കാർക്ക് വീതം വെച്ച് കൊടുക്കണം. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചില സ്വർണ്ണങ്ങളെല്ലാം മാലകളും വളകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ദേഹത്തണിയാൻ പറ്റുന്ന ആഭരണങ്ങളൊക്കെ പട്ടാളക്കാർക്ക് കോർട്ടസ് വീതം വെച്ച് കൊടുത്തു. ഇത് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നതാണല്ലോ. മാലയും വളയും മോതിരവും ഒക്കെ ആകുമ്പോഴേക്കും ദേഹത്ത് ധരിച്ചുകൊണ്ട് നടക്കാം, യുദ്ധം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പട്ടാളക്കാർക്ക് അങ്ങനെയുള്ള ആഭരണങ്ങൾ ഇദ്ദേഹം വീതം വെച്ചു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ വൊളാസ്കസിൻ്റെ കുറച്ച് സൈനികരുണ്ടല്ലോ, അവർക്ക് സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞാണല്ലോ ഇദ്ദേഹം കൂടെ കൂട്ടിയിരുന്നത്. അവർ ഈ ഒരു പ്രഖ്യാപനം കേട്ടതോടെ കണ്ടമാനം സ്വർണം എടുത്തിട്ട് അവരുടെ ദേഹത്തേക്ക് കയറ്റാൻ തുടങ്ങി. അത് മാത്രമല്ല സ്വർണത്തിൻ്റെ ബാറുകളൊക്കെ ഇവരുടെ പോക്കറ്റുകളിലൊക്കെ വെച്ചു. സ്വർണത്തിൻ്റെ ബാറിൻ്റെയൊക്കെ വെയിറ്റ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ചിലർക്ക് നേരെ ചൊവ്വേ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവർ ദേഹത്ത് മുഴുവൻ സ്വർണം കയറ്റിയത് എന്നാണ് പറയപ്പെടുന്നത്. സ്വർണത്തിൻ്റെ ഭാരം കാരണം നിവർന്ന് നടക്കാൻ പോലും ഇവർക്ക് ശേഷി ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് കോർട്ടസ് ഇവരോട് പറഞ്ഞു,
രാത്രിയിലാണ് നമ്മൾ പോകുന്നത്. രാത്രിയിൽ ഭാരക്കുറവുള്ളവന് വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. ആ ഒരു കാര്യം ഓർമ്മയിരുന്നോളാൻ കോർട്ടസ് ഈ സൈനികരോട് പറഞ്ഞു. പക്ഷേ ഈ സ്വർണത്തിനോടുള്ള ആർത്തി മൂത്ത ഇവർ ഇതുവെല്ലാം കേൾക്കുന്നുണ്ടോ? കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി അവർ ആവശ്യമുള്ള സാധനം മാത്രമേ എടുത്തുള്ളൂ. എന്നാൽ അത്യാഗ്രഹം മൂത്തവർ കുറേയേറെ സ്വർണ്ണ ആഭരണങ്ങളും കട്ടകളും ഒക്കെ ദേഹത്തേക്ക് ഫിറ്റ് ചെയ്തു. അവർക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവർക്കിനി ഭാവിയിൽ ഈ രാത്രിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനുശേഷം കോർട്ടസ് തൻ്റെ സൈന്യത്തെ 3ആയിട്ട് പകുത്തു. അതായത് ഏറ്റവും മുന്നിൽ പോകുന്ന ഒരു വിഭാഗം, നടുവിലൊരു വിഭാഗം, ഏറ്റവും പുറകിൽ ഒരു വിഭാഗം. ഈ 3 വിഭാഗങ്ങളിൽ ഏറ്റവും മുന്നിൽ പോകേണ്ടത് സ്ത്രീകൾ, പിന്നെ ഒരു 200 പട്ടാളക്കാർ അവരുടെ സുരക്ഷയ്ക്കായിട്ട്, കൂട്ടത്തിൽ 20 കുതിരപ്പടയാളികൾ. ഇവരാണ് ഏറ്റവും മുന്നിൽ സഞ്ചരിക്കേണ്ടത്. സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കുതിര വണ്ടികളൊക്കെ ഉണ്ട്. അവർക്ക് അതിനകത്ത് കയറി ഇരിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നടക്കാം. അങ്ങനെ ഏറ്റവും മുമ്പിൽ സ്ത്രീകൾ, 200 പട്ടാളക്കാർ, പിന്നെ 20 കുതിരപ്പടയാളികൾ. നടുക്ക് കോർട്ടസിൻ്റെ നേതൃത്വത്തിലാണ് ബാക്കിയുള്ള കുറേ പട്ടാളക്കാരുള്ളത്. ഈ കോർട്ടസിൻ്റെ നടുഭാഗത്തിൻ്റെ ഏറ്റവും പുറകിലാണ് ഈ സ്വർണം കൊണ്ടുള്ള കുതിര വണ്ടികൾ പോവുക. അതിൻ്റെ ഏറ്റവും പുറകിൽ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ആ ഭാഗം നമ്മുടെ ഈ അൽവരാഡോ നയിക്കുന്ന ഒരു സൈനിക വ്യൂഹമാണ്. ആ കൂട്ടത്തിലാണ് തടവുകാരായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ മൊക്ടഷുമ രണ്ടാമൻ്റെ കുട്ടികൾ, പിന്നെ അവരുടെ ബന്ധുക്കളൊക്കെ ഉള്ളത്. ആ ഏറ്റവും പുറകിലത്തെ ഈ വ്യൂഹത്തിലാണ്. അങ്ങനെ 3 സെക്ഷനാണ് ഉള്ളത്. ഏറ്റവും മുമ്പിലത്തെ സെക്ഷൻ പെണ്ണുങ്ങളും ബാക്കിയുള്ളവരും, നടുക്ക് കോർട്ടസ്, ഏറ്റവും പുറകിൽ അൽവരാഡോയും സംഘവും. എന്നാൽ ഇതൊന്നും അല്ലാതെ ഒരു 40 സൈനികരുടെ സംഘത്തെ കൂടെ ഈ കോർട്ടസ് വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു. മഗറിനോ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഘം, 40 അംഗ സംഘം ഉണ്ടായിരുന്നത്. അവരുടെ ദൗത്യം എന്താണെന്നറിയാമോ? ഇവർ ഈ പോകുന്ന വഴിയിലുള്ള ആ വരമ്പിൽ ഉള്ള 3 പാലങ്ങൾ, ഈ ആസ്തക്കുകൾ തകർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുതിരവണ്ടിയും കൊണ്ട് അവരെങ്ങനെ അപ്പുറേ കിടക്കും? ഈ ബ്രിഡ്ജുകൾ, പാലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഭയങ്കര വിസ്താരമുള്ള ഒരു നദി, അതിനിടയ്ക്കുള്ള ഒരു പാലം, അങ്ങനെയല്ല. ഒരാൾക്ക് ചാടിക്കടക്കാനായിട്ട് പറ്റില്ല. അതിനേക്കാൾ ദൂരമുണ്ട്, എന്നാൽ വലിയ വിസ്താരമില്ല. അങ്ങനെ ഒരു സ്ഥലമാണിത്. അതായത് വേണമെങ്കിൽ ഇവർക്ക് ഇത് ഇറങ്ങി കടന്ന് അപ്പുറേ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ സമയം കണ്ടമാനം പോവും. അതൊന്ന്. ഈ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ട്, കുതിര വണ്ടികളുണ്ട്, പിന്നെ പല ആയുധങ്ങൾ ഇവർ പല വണ്ടികളിലാക്കിയിട്ട് അത് ഉരുട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പാലം പണിതേ മതിയാവും. അങ്ങനെ താൽക്കാലിക പാലം പണിയാൻ വേണ്ടിയിട്ടാണ്, ഈ 3 സ്ഥലങ്ങളിൽ താൽക്കാലിക പാലം പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു 40 പേരെ വിനിയോഗിച്ചിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? ആദ്യമേ തകർന്നു കിടന്ന സ്ഥലത്ത് ചെന്നിട്ട് ആ ഒരു പാലം, താൽക്കാലിക പാലം പെട്ടെന്ന് പണിയും. ഈ 3 വ്യൂഹങ്ങളും അപ്പുറേ കടന്ന ശേഷം ഇവർ ഈ പുറകിൽ നിന്ന് ഈ പാലം അഴിച്ചെടുക്കും. അതിനുശേഷം അടുത്ത സ്ഥലത്ത് വീണ്ടും കൊണ്ട് പണിയും. അങ്ങനെ ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ ഇട്ടിരുന്നത്. ആദ്യം ഇവർ വിചാരിച്ചു ഈ 3 സ്ഥലങ്ങളിലും പാലം അങ്ങ് പണിതാൽ തന്നെ പ്രശ്നം. പക്ഷേ അതിനുള്ള സമയം ഇവർക്കുണ്ടാവില്ല. അത് മാത്രവുമല്ല, ഇവരങ്ങനെ പണിതാൽ ഈ ശബ്ദം കേട്ടിട്ട് ഈ ശത്രുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ ഇവർ ആലോചിച്ച ശേഷമാണ് താൽക്കാലിക പാലം പണിയാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ 1520 ജൂലൈ 1 രാത്രി, ആ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ചന്ദ്രനെ കാണാനില്ല, നല്ല ഇരുട്ടാണ്. അത് മാത്രമല്ല, നേരിയ മഴയുണ്ട്. ഈ മഴയുള്ളത് കൊണ്ട് ഇവരുടെ നീക്കങ്ങൾ ശത്രുക്കൾ അറിയില്ല. രാത്രി ആയതുകൊണ്ട് സെക്യൂരിറ്റികൾ കുറവാണ്, നല്ല സമയമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം രാത്രിയിൽ പോകാൻ തന്നെ ഇവർ തീരുമാനിച്ചു. ആളുകൾക്ക് ഭയം തുടങ്ങി. കാരണം ഇവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കും? ആകെ ഒരു ചെറിയ വഴിയാണ്, 3 പാലങ്ങൾ തകർന്നു കിടക്കുകയാണ്. ഇവർ ചിലപ്പോൾ ഒറ്റപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു പക്ഷേ സകലരെയും ആസ്തക്കുകൾ കൊല്ലാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ ഇവർക്ക് പേടിയായി. രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ഒരു വശത്ത്, പക്ഷേ ജീവൻ്റെ വില ഏറ്റവും വലുതാണ്. ഇവർക്ക് ഭയം തുടങ്ങി. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പുരോഹിതൻ ഈ പാലസിൻ്റെ ഒത്ത നടുവിൽ വലിയൊരു ഹാളിൽ വലിയൊരു കുർബാന അന്ന് അർപ്പിച്ചു. ഒരു 10 മണി 11 മണി ആയപ്പോഴേക്കും വലിയൊരു കുർബാന അർപ്പിച്ചു. അതിനുശേഷം എല്ലാവരോടും പറഞ്ഞ് ഇദ്ദേഹം ശാന്തമായിട്ടിരിക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നൊക്കെ ഇവരോട് പറഞ്ഞു. സ്ത്രീകൾക്ക് കുറച്ച് പേർക്കൊക്കെ നല്ല ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ചില സ്ത്രീകളൊക്കെ യുദ്ധം ചെയ്യുന്ന സ്ത്രീകളാണ്. അവർ ബാക്കിയുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുത്തു. എന്താണെങ്കിലും ഇന്ന് രാത്രി ഒന്നുകിൽ നമ്മൾ പുതിയൊരു ലോകത്തേക്ക് കടക്കും, അല്ലെങ്കിൽ
ഈ ചതുപ്പ് നിലത്തിൽ മരിച്ചു വീഴും. എന്താണേലും 12 മണി കഴിഞ്ഞു. കോർട്ടസ് ചാരന്മാരെ പുറത്തേക്ക് അയച്ചു. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ടെനോഷിറ്റ്ലാൻ എന്ന് പറയുന്ന നഗരം നല്ല ഉറക്കത്തിലാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, ചന്ദ്രനെ കാണാനില്ല, നല്ല ഇരുട്ട്, പറ്റിയ സമയം. അങ്ങനെ കോർട്ടസ് തൻ്റെ സൈനികരോട് സാവധാനം ആരും അറിയാതെ കോട്ടവാതിൽ തുറന്ന് പുറത്തേക്ക് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യത്തെ വ്യൂഹം, രണ്ടാമത്തെ വ്യൂഹം, മൂന്നാമത്തെ വ്യൂഹം, അങ്ങനെ അവരെ ക്രമത്തിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങി. ആദ്യമേ ഇവർക്ക് ഇറങ്ങേണ്ടിരുന്നത് ഈ പാലസിന് മുമ്പിൽ വലിയൊരു സ്ക്വയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ മോക്ടേഷുമ രണ്ടാമൻ ആളുകളെ അഭിസംബോധന ചെയ്ത സ്ഥലം, ആ സ്ഥലം വിശാലമായൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് പക്ഷേ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ആ സ്ഥലം ആരും അറിയാതെ തന്നെ സാവധാനം മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിച്ചു. ഒന്ന് ഓർക്കണം, ഏതാണ്ട് 3000-4000 ആളുകളാണ് ക്യൂ ആയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴയുള്ളതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ശബ്ദം പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ നീക്കത്തിൻ്റെ ശബ്ദം, കുതിരകളുടെ ശബ്ദമൊന്നും പുറത്തേക്ക് ആരും കേൾക്കാതിരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആരും അറിയാതെ തന്നെ ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് ആളുകൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇവരുടെ ഈ വലിയ റാലിയുടെ തലഭാഗം ഈ പ്രധാന വരമ്പ് റോഡിലേക്ക് പ്രവേശിച്ചു. ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകേണ്ട ആ റോഡിലാണ് 3 സ്ഥലങ്ങളിൽ ബ്രിഡ്ജ് തകർന്ന് കിടക്കുന്നത്. അതുവഴിയാണ് ഇവർക്ക് പോകേണ്ടത്. അങ്ങനെ ഇവരുടെ ഈ ക്യൂവിൻ്റെ ഏറ്റവും മുന്നിലത്തെ ഭാഗം ഈ ഒരു വരമ്പിലേക്ക് പ്രവേശിച്ചു. പക്ഷെ നല്ല ഇരുട്ടാണ്. ഈ വരമ്പിലേക്ക് പ്രവേശിച്ച ഇവർ ഇടത്തും വലത്തും നോക്കി. ഈ ഇടത്തും വലത്തും തടാകം ഇങ്ങനെ കിടക്കുവാണ്, ശാന്തമായിട്ട് കിടക്കുകയാണ്, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ കാലിൻ്റെ അപ്പുറമുള്ള സ്ഥലം എന്താണെന്ന് പോലും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇരുട്ടാണ്. ഇവർക്ക് പന്തൊന്നും കത്തിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയാമല്ലോ, കാരണം ആളുകൾ ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഇങ്ങനെ സാവധാനം ഈ വരമ്പ് റോഡിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് ഈ ക്യൂവിൻ്റെ ഏറ്റവും പുറകിലത്തെ ഭാഗം അൽവരാഡോ നയിക്കുന്ന ആ സംഘം ആ സമയത്ത് അപ്പോഴും ഈ തെരുവുകൾക്കിടയിലാണ്. അവിടെ നിന്ന് അവർ പുറത്ത് കടന്നിട്ടില്ല. ഈ സംഘം സാവധാനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന് തൊട്ടരികിൽ ചേർന്നിട്ട് ചെറിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ ഉയരത്തിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ അവർ രാത്രി കാലങ്ങളിലാണ് അവിടെ പൂജ നടത്തിയിരുന്നത്. അതിലൊരു പുരോഹിതൻ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഈ വരമ്പ് റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ നീങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അയാൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുതിരകളുടെ നീക്കം അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ചറിഞ്ഞു സ്പാനിഷുകാർ രക്ഷപ്പെടുകയാണ്. അയാൾ അവിടെ നിന്ന് വലിയ ഉച്ചത്തിൽ അലറിക്കൂവി. ഇയാളുടെ ഈ ശബ്ദം ഈ നെഞ്ചത്ത് വാള് കുത്തി ഇറക്കുന്നത് പോലെയാണ് ഈ സ്പാനിഷുകാർക്ക് തോന്നിയത്. കാരണം അതുവരെയും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇയാളുടെ ഒരൊറ്റ അലർച്ച മതി, നിമിഷങ്ങൾക്കുള്ളിൽ ഈ നഗരം ഉണരും. ലക്ഷക്കണക്കിന് വരുന്ന ആസ്തക്കുകൾ ഇവരെ വളയും. ശബ്ദം കേട്ടതോടെ കോർട്ടസ് ആളുകളോട് വേഗത്തിൽ നടക്കാനായിട്ട് പറഞ്ഞു. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഇതുപോലൊരു റാലിയാണ് പോകുന്നതെങ്കിൽ നടക്ക് നിൽക്കുന്ന ആളുകൾക്കോ പുറകിൽ നിൽക്കുന്ന ആളുകൾക്കോ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് വരമ്പ് റോഡാണ്, ഇടത്തും വലത്തും തടാകമാണ്. അത് മാത്രമല്ല ഇവരുടെ മുമ്പിലുള്ള സംഘം ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം തകർന്നു കിടക്കുന്ന ആദ്യത്തെ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് അവരിപ്പോൾ ഉള്ളത്. ഉടൻ തന്നെ നമ്മുടെ ഈ 40 സൈനികർ ഓടി അവിടെ എത്തി. അവർ അവിടെ ചെന്നിട്ട് ഈ താൽക്കാലിക പാലം പെട്ടെന്നങ്ങ് പണിതു. ആ പാലത്തിലൂടെ ഇവരുടെ ഈ സൈനിക വ്യൂഹത്തിൻ്റെ ആദ്യത്തെ സംഘം, മുന്നിലുണ്ടായിരുന്ന സംഘം പെട്ടെന്ന് തന്നെ അപ്പുറേ കടന്നു. ഇതേ സമയം പുറകിലുണ്ടായിരുന്ന സൈനികർ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന ഈ തടാകത്തിൻ്റെ വെള്ളത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ വെള്ളത്തിന് ഓളം തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആസ്തക്കുകൾ വഞ്ചിയിൽ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അകലെ നിന്ന് അവരുടെ ആരവങ്ങൾ, കൊലവിളികൾ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. എവിടെ നിന്നാണ് ഇവർ വരുന്നത്? ഒരു എത്തും പിടുത്തവുമില്ല. കാരണം അവർ വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരും പന്തമൊന്നും കൊളുത്തിയിട്ടില്ല. അത് മാത്രമല്ല ചെറിയ മഴ പെയ്യുന്നുമുണ്ട്. അത് കാരണം ഇവരും ഇരുട്ടത്താണ് വരുന്നത്. എവിടെ നിന്ന് എപ്പോഴാണ് ആളുകൾ, ശത്രുക്കൾ വരുന്നത് എന്ന് ഈ സ്പെയിൻകാർക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, ഏറ്റവും മുന്നിൽ പോകുന്ന ആ സംഘത്തിന് അവർ ഈ വരമ്പ് റോഡ് കഴിയുന്നത് വരെയും അവരുടെ മുന്നിൽ നിന്നൊരു ആക്രമണം ഉണ്ടാവില്ല. പക്ഷേ വശങ്ങളിൽ നിന്ന്, ഈ നൗകകളിൽ നിന്ന് വരുന്ന ആസ്തക്കുകൾ അവരെ ആക്രമിച്ചേക്കാം. ഈ നടുഭാഗത്ത് നിൽക്കുന്നവർക്കും ഈ വശങ്ങളിൽ നിന്നുള്ള ആക്രമണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അൽവരാഡോയുടെ കീഴിലുള്ള ഈ പുറകിലത്തെ വ്യൂഹം അവർ ശരിക്കും പെട്ടു നിൽക്കുകയാണ്. കാരണം അവരുടെ പുറകിൽ കൂടെ ഈ ആസ്തക്കുകൾ പാഞ്ഞെടുത്ത് വരുന്നുണ്ട്, ഈ കരയിലൂടെ തന്നെ. അത് മാത്രവുമല്ല വശങ്ങളിൽ നിന്ന് നൗകകൾ വഴി ആസ്തക്കുകൾ വരുന്നുണ്ട്. ചുരുക്കത്തിലെ 3 വശങ്ങളിൽ നിന്നുമാണ് ഇവർക്ക് അറ്റാക്ക് നേരിടേണ്ടി വരുന്നത്. ആ വ്യൂഹമാണ്, ആ സംഘമാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും അപകടാവസ്ഥയിലുള്ളത്. കോർട്ടസ് തൻ്റെ രേഖയിൽ എഴുതിയിരിക്കുന്നത്, വലിയൊരു കാട്ടിൽ ഒരു ചുഴലി അടിച്ചാൽ എങ്ങനെയിരിക്കും, അപ്പോൾ എന്ത് ശബ്ദമാണ് ഉണ്ടാവുന്നത്? ആ ശബ്ദമാണ് വശങ്ങളിൽ നിന്ന് വരുന്നത്. ഈ ആസ്തക്കുകൾ പാഞ്ഞെടുക്കുന്നത് തോണികൾ വഴിയും പുറയിൽ കര വഴിയും ഇവർ വരുന്നതിൻ്റെ ശബ്ദം അതുപോലെയാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകാശത്ത് നിന്ന്, ഇരുട്ട് നിന്ന്, എവിടെ നിന്നാണോ എന്നറിയില്ല,
കുന്തങ്ങൾ, കല്ലുകൾ 4 വശത്തു നിന്നും വരാൻ തുടങ്ങി. ഇവരുടെ കയ്യിൽ പരിചയങ്ങളുണ്ട്, പക്ഷേ ഇത് ഏത് ദിശയിൽ നിന്നാണ് കുന്തവും ഈ കല്ലുകളും വരുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന്റെ മുതുകത്ത് കുന്തം വന്ന് കയറി അയാൾ താഴെ പോയാലും അയാളെ നോക്കാൻ പോലും ഇയാൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പറ്റുന്നില്ല. കാരണം അവരുടെ സ്വന്തം സുരക്ഷ ഇവർക്ക് നോക്കിയേ മതിയാവൂ. നമുക്കറിയാം, അപകടം കൂടും തോറും, നമ്മുടെ അവസ്ഥ കൂടുതൽ അപകടത്തിലേക്ക് പോകും തോറും നമ്മൾ കൂടുതൽ സെൽഫിഷ് ആവും. നമ്മുടെ ഈ വേദാന്തം വർത്താനമൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. ഈ അപകടം കൂടുന്ന സമയത്തെല്ലാം തന്നിലേക്ക് നമ്മൾ കൂടുതൽ ചുരുങ്ങി വന്നിട്ട് അവസാനം സ്വന്തം രക്ഷ മാത്രം നോക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഈ സ്പാനിഷ് സൈനികരും ഇപ്പോൾ അതേ അവസ്ഥയിലാണുള്ളത്. പലരുടെയും ഇടത്തും വലത്തും നിന്നിരുന്ന ആളുകൾ കുന്തമേറ്റ് പിടഞ്ഞ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ഇവര് മുന്നോട്ട് ഇരുട്ടിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 സ്ഥലങ്ങളിൽ കൂടെ പാലം തകർന്നു കിടക്കുകയാണ്. അവിടെയൊക്കെ ഈ 40 സൈനികർ ഓടിയെത്തിയിട്ട് പാലം പണിതാൽ മാത്രമേ ഈ മുന്നിലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുവരെയും പുറയിലുള്ളവർ ഇവിടെ നിന്ന് യുദ്ധം ചെയ്തേ പറ്റൂ. എന്താണെങ്കിലും ഇരുവശത്തും ആളുകൾ മരിച്ചു വീഴുന്നത് ഗവനിക്കാതെ ജീവനോടെ മിച്ചം ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ആദ്യത്തെ പാലം കടന്ന് 2ാമത്തെ സെക്ഷനിലെത്തി. ഇനി ഇവർക്ക് മുമ്പിൽ തകർന്നു കിടക്കുന്ന 2 പാലങ്ങളാണ് ഉള്ളത്. ഇനിയാണ് പാലം പണിയുന്ന ആളുകളുടെ അടുത്ത പണി. ഈ പുറയിലുള്ള പാലം അവർക്ക് അഴിച്ചെടുക്കണം. എന്നിട്ട് ഇതേ പാലം തന്നെ മുന്നിൽ 2ാമത്തെ തകർന്നു കിടക്കുന്ന ബ്രിഡ്ജിന്റെ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണം. ഇവിടെ അവർ ശരിക്കും വിഷമിച്ചു. കാരണം ഇത്രയധികം ആളുകൾ, കുതിരകൾ, വണ്ടികളെല്ലാം കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ പാലം ശരിക്കും ഉറച്ചു പോയിരുന്നു. ഇത് പഴയ രീതിയിലേക്ക് അഴിച്ചെടുക്കാനൊന്നും ഇവർക്ക് പെട്ടെന്ന് പറ്റിയില്ല. ഇത് മാത്രവുമല്ല, പുറകിലൂടെ ആസ്തകൾ വരുന്നുണ്ട്, അതിനെ തടയുകയും വേണം. ഇതിനിടയ്ക്ക് ഇവർക്ക് നേരെ ചൊവ്വേ ഇതൊന്നും വലിച്ചു പറിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല. കിട്ടിയ ഭാഗങ്ങളെല്ലാം വലിച്ചും പറിച്ചും ഓടിച്ചും ഇവരെടുത്തു. എന്നിട്ട് ഇവർ വീണ്ടും ഈ ആളുകളുടെ ഇടയിലൂടെ, ഈ ചെറിയ വരമ്പിന്റെ ഇടയിലൂടെ ഇവർ ഒരു വിധത്തിൽ ഇത് ചുവന്നുകൊണ്ട് ഓടിയിട്ട് ഏറ്റവും മുന്നിലെത്തിയിട്ട് അടുത്ത ഭാഗം അവിടെ എത്താറായിട്ടുണ്ട്. ഈ സമയത്ത് ഈ പെണ്ണുങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആദ്യത്തെ സംഘം, ഏറ്റവും മുന്നിലുള്ള സംഘം ഈ 2ാമത്തെ തകർന്നു കിടക്കുന്ന ബ്രിഡ്ജിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് പുറകിൽ നിന്ന് ആളുകൾ തള്ളിക്കൊണ്ടിരിക്കുക. ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ തള്ളു കാരണം മുമ്പിലുണ്ടായിരുന്ന കുറേ ആളുകൾ ഈ തകർന്നു കിടക്കുന്ന ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്ക് വീണുപോയി. അങ്ങനെ വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചിലർ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇറങ്ങി അങ്ങ് നീന്തിയേക്കാം എന്ന് വിചാരിച്ചു. കുതിരപ്പടയാളികൾക്ക് കുറച്ച് പേർക്ക് കുതിര നല്ല നീന്തുന്ന മൃഗമാണ്, അതുകൊണ്ട് തന്നെ നീന്തി അക്കരെ കടക്കാനായിട്ട് പറ്റി. പക്ഷേ ഈ ദേഹം മുഴുവൻ സ്വർണവും വലിച്ചു വാരി ഇറങ്ങിക്കൊണ്ടിരുന്ന, കാൽനടയായിട്ട് പോയിക്കൊണ്ടിരുന്ന സൈനികരിൽ പലരും ഇതിനകത്തെ ചതുപ്പിൽ ആണ്ടുപോയി, ചിലർ ഒഴുക്കിൽ ഒഴുകിപ്പോയി. അങ്ങനെ ഈ സൈനിക സംഘത്തിന്റെ ഏറ്റവും മുമ്പിൽ മറ്റൊരു അപകടം ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു വിധത്തിൽ ഈ പുറകിൽ നിന്ന് വന്ന 40 ആളുകൾ, അവരിപ്പോൾ 40 പേരൊന്നുമില്ല, അവർ ആളുകൾ വളരെ കുറഞ്ഞു, പലരും വധിക്കപ്പെട്ടു. ഉള്ളവർ ഓടിയെത്തിയിട്ട് വീണ്ടും ഒരു വിധത്തിൽ ഇവർ ഈ പാലം പണി പൂർത്തിയാക്കി. അതൊരു പാലം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു വിധത്തിൽ ഇവരുടെ ഈ വണ്ടികളെല്ലാം അവർക്ക് അപ്പുറേ കടത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു സാധനം. എന്താണെങ്കിലും ആ 2ാമത്തെ ബ്രിഡ്ജും ഇവർ ഒരു വിധത്തിൽ കടന്നു. ഇനി ഈ സമയത്ത് ഈ വരമ്പിന്റെ സൈഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ 2 വശങ്ങളിലൂടെയും ഈ ആസ്തക്കുകൾ തോണികളിൽ വന്ന് ഇവരെ കുന്തമറിയുകയും ചിലവർ ഈ വരമ്പിലേക്ക് ചാടി കയറിയിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാടിക്കേറിയ ആസ്തക്കുകളും ഈ സ്പാനിഷ് സൈനികരും തമ്മിൽ ആദ്യമൊക്കെ ആയുധം വെച്ച് യുദ്ധം ചെയ്തെങ്കിലും പിന്നീട് അത് നേരിട്ടുള്ള കൈകൊണ്ടുള്ള മുഷ്ടി യുദ്ധമായിട്ട് മാറി. അങ്ങനെ കെട്ടിപ്പിണഞ്ഞ് 2 പേരും തടാകത്തിലേക്ക് വീഴുകയും, എന്നാൽ തടാകം എന്ന് പറയുന്നത് ആസ്തക്കുകളാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈ സ്പാനിഷുകാരനെ അവർ കുന്തം കൊണ്ട് കുത്തി കൊല്ലുകയും ചെയ്യും. അങ്ങനെ ഈ 2 വശങ്ങളിലും ഇതുപോലുള്ള യുദ്ധങ്ങൾ, ദന്തയുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് സ്പാനിഷുകാരുടെ ഈ വലിയ സംഘം ശരിക്കും 3 സംഘമായിട്ട് വേർപിരിഞ്ഞു കഴിഞ്ഞു. കാരണം മുന്നിലെ സംഘം കുറേ ദൂരം മുന്നിലാണ്, നടുഭാഗത്തെ സംഘം അവിടെ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പുറകിലുള്ള അൽവരാഡോ സംഘം ഇതുവരെയും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല, അവരവിടെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോർട്ടസിന് മനസ്സിലായി കാര്യങ്ങളാകെ വഷളായി. ആസ്തക്കുകൾ വെളുത്ത കോട്ടൺ കൊണ്ടുള്ള തുണികളാണ് ധരിച്ചിരുന്നത്, അതുകൊണ്ട് ഇവരെ ഇരുട്ടത്ത് പ്രേതങ്ങളെ പോലെയാണ് ഇവർക്ക് ഈ സ്പാനിഷുകാർക്ക് തോന്നിയത്. ഈ സമയം ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംഘത്തിന് വലിയ ആക്രമണം നേരിടേണ്ടി വന്നു. കാരണം വശങ്ങളിൽ നിന്ന്, തോണികളിൽ നിന്ന് കുറേയേറെ ഈ ആസ്തക്കുകൾ കരയിലേക്ക് കയറി യുദ്ധം ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം ഈ മറേനെ ഉൾപ്പെടുന്ന പെണ്ണുങ്ങൾ വളരെ ധീരമായിട്ട് തന്നെ നേരിട്ടു എന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും അവരുടെ പ്രശ്നത്തെ അവരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. നടുക്കുള്ള സംഘങ്ങൾ അവരുടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. ഏറ്റവും പുറയിലുള്ള അൽവരാഡോ ഏറ്റവും വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. ഇനിയാണ് രസം. ഏറ്റവും അവസാനമുള്ള ഈ ബ്രിഡ്ജ് അവിടെ കൊണ്ട് വെക്കാനായിട്ട് ഇനി നമ്മുടെ ഈ ബ്രിഡ്ജിന്റെ ആളുകൾ 40 പേര് ഇല്ല. അവരെല്ലാം വധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി താൽക്കാലിക ബ്രിഡ്ജ് അവിടെ കൊണ്ട് വെക്കുക എന്നുള്ളത് ഇനി നടക്കുന്ന കാര്യമില്ല. അതായത് ഇവർക്ക് ഇനി സ്വർണ്ണമുള്ള വണ്ടികൾ ഉരുട്ടിക്കൊണ്ട് അപ്പുറേ കടത്താനായിട്ട് പറ്റില്ല. ഇരുട്ടത്ത് ഈ വെള്ളത്തിലേക്ക്, ചതുപ്പിലേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെ ഈ ഭാഗം കവർ ചെയ്യും, അപ്പുറേ കിടക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ചിലർ നിന്നു. പക്ഷേ പുറകിൽ നിന്നുള്ള തള്ളു വന്നു കഴിഞ്ഞപ്പോഴേക്കും മുമ്പിലുണ്ടായിരുന്ന പലരും ഇതിനകത്തേക്ക് വീണുപോയി. അങ്ങനെ വീണ പലരും ഈ പാറയിലുമൊക്കെ ചെന്ന് ഇടിച്ചിട്ട് ആ തൽക്ഷണം മരിച്ചുപോയി. പിന്നീട് കുറച്ച് വണ്ടികൾ, ഇതിന്റെ അറ്റത്ത് വന്നിരുന്ന വണ്ടികൾ പുറകിൽ നിന്നുള്ള തള്ളൽ കാരണം ഈ വണ്ടിയും കുതിരയും ഉൾപ്പെടെ ഇതിനകത്തേക്ക് പോയി.
അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇനിയുള്ള ആളുകൾക്ക് ഈ മൃതശരീരങ്ങൾ ചവിട്ടി തന്നെ അപ്പുറേ കടക്കാൻ പറ്റും എന്നുള്ള രീതിയിലായി ആ ഭാഗം. മൂന്നാമത്തെ പാലം തകർന്നു കിടക്കുന്ന സ്ഥലത്ത് കുതിര വണ്ടികൾ ആളുകളൊക്കെ മരിച്ചു കിടക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെ ചവിട്ടിയാണ് ബാക്കിയുള്ളവർ ബ്രിഡ്ജ് ഇല്ലാതെ തന്നെ അപ്പുറേ കടന്നത്. എന്തൊരു ദാരുണമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതിനിടെ നടുഭാഗത്തുണ്ടായിരുന്ന കോർട്ടസും സംഘവും വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കോർട്ടസിന്റെ തൊട്ട് സൈഡിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സലസാർ എന്ന് പറയുന്ന പേരുള്ള ചെറുപ്പക്കാരൻ കോർട്ടസ് നോക്കി നിൽക്കെ അയാളുടെ കഴുത്ത് വഴി ഒരു കുന്ത അങ്ങ് കയറിപ്പോയി. അത് കണ്ടിട്ട് കോർട്ടസ് ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന്റെ കൂടെ അത്രയും നാൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് വധിക്കപ്പെട്ടത്. ദേഹം മുഴുവൻ സ്വർണം തിരികെ കയറ്റിയ മിക്ക പടയാളികളും വെള്ളത്തിൽ വീഴുകയും ഇതിന്റെ ഭാരം കാരണം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. പാതിരാത്രി 12 മണിക്ക് തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ നേരം ഏതാണ്ട് വെളുക്കാറായിട്ടുണ്ട്. അങ്ങനെ വെളുത്ത് ഈ പ്രകാശം പതുക്കെ വരുന്ന സമയത്താണ് കോർട്ടസ് ചുറ്റും ഒന്ന് നോക്കിയത്. ശരിക്കും ഒരു ഭൂകമ്പം നടന്ന സ്ഥലം എങ്ങനെ കിടക്കും അതുപോലാണ് ഈ വരമ്പും പരിസര പ്രദേശങ്ങളും കിടക്കുന്നത്. ആസ്തക്കുകളുടെ ശരീരങ്ങളും ഈ സ്പാനിഷുകാരുടെ മൃതശരീരങ്ങളും ഒക്കെ ഈ ചതുപ്പിൽ പൊങ്ങിക്കിടപ്പുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തകർന്ന കുതിരവണ്ടികൾ, കുന്തമേറ്റ് പെടയുന്ന ആളുകൾ, ആകെ വല്ലാത്ത ഒരു സീനാണ് ഈ പ്രകാശം വന്ന് കയറിയപ്പോഴേക്കും ആളുകൾ കണ്ടത്. തോണികളിൽ നിന്ന് കരയിലേക്ക് കയറിയ ആസ്തക്കുകൾ ജീവനോടെ മിച്ചം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജീവൻ മിച്ചം ഉണ്ടായിരുന്ന നിലത്ത് കിടന്നിരുന്ന സ്പാനിഷുകാരെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നടുഭാഗത്ത് ഈ കോർട്ടസും സംഘവും നിൽക്കുകയാണ്. കോർട്ടസിന്റെ മുന്നിലുള്ള സംഘം കുറേയേറെ മുന്നിലേക്ക് പോയി കഴിഞ്ഞു. അവരെങ്ങോട്ട് പോയെന്ന് അദ്ദേഹത്തിന് യാതൊരു പിടുത്തവുമില്ല. ഇദ്ദേഹം പുറയിലേക്ക് നോക്കി. തകർന്നു കിടക്കുന്ന അവസാനത്തെ ബ്രിഡ്ജിന്റെ മുൻപിൽ നമ്മുടെ ഈ അൽവരാഡോയും സംഘവും നിന്ന് പയറ്റുകയാണ്. അൽവരാഡോ കുതിരപ്പുറത്തായിരുന്നു, ഇപ്പോൾ കുതിരപ്പുറത്തല്ല, അദ്ദേഹം നിലത്താണ് നിൽക്കുന്നത്. അതികഠിനമായ യുദ്ധമാണ് അൽവരാഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചുറ്റും ആളുകൾ നിന്ന് വളഞ്ഞിരിക്കുകയാണ്. അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറകോട്ട് പോകാനായിട്ട് കോർട്ടസിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കൂടെയുള്ളവർ വിലക്കി. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. ഇനി രക്ഷപ്പെടാൻ സാധ്യതയുള്ളവർ മുന്നോട്ട് പോവുക, അത്ര തന്നെ. എന്താണെങ്കിലും കോർട്ടസ് പോകുന്നതിന് മുമ്പ് ഈ അൽവരാഡോയെ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വളരെ രസകരമായ, ചരിത്രത്തിലെ വലിയ രസകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഈ അൽവരാഡോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം മരിച്ചു. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ? നിലത്ത് കിടന്നിരുന്ന വലിയ നീളമുള്ള ആസ്തക്കുകൾ വലിയൊരു കുന്തം എടുത്തു. ആ കുന്തം എടുത്തിട്ട് ഈ ചെറിയൊരു വിടവുണ്ടല്ലോ, ഒരു ബ്രിഡ്ജ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് വേണമെങ്കിൽ ചാടിക്കിടക്കാം, എന്നാൽ പറ്റില്ല, അത്രയും ദൂരേ ഉള്ളൂ. ഇദ്ദേഹത്തിന് ചാടിയാൽ കിടക്കില്ല, അല്ലെങ്കിൽ ചാടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ നീളമുള്ള കുന്തം നിലത്ത് കുത്തിയിട്ട് ആ കുന്തം വഴി ഇദ്ദേഹം ചാടി അപ്പുറേ കിടന്നു. അത് സാധാരണ ഒരു മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല എന്നാണ് കോർട്ടസ് പറയുന്നത്. പക്ഷേ ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളമാണ്. ആ വെപ്രാളത്തിൽ ഈ അൽവരാഡോ ചെയ്ത പണിയാണ്. ഇദ്ദേഹം ഇങ്ങനെ വായിലൂടെ പറന്ന് അപ്പുറേ കിടക്കുന്നത് കണ്ടിട്ട് ആസ്തക്കുകൾ പോലും അന്തം വിട്ടു എന്നാണ് കോർട്ടസ് പറയുന്നത്. അത്ര ഒരു ചാട്ടമാണ് ഈ അൽവരാഡോ നടത്തിയത്. അൽവരാഡോ ചാടിയ സ്ഥലം പിന്നീട് കുറേ വർഷങ്ങളോളം അൽവരാഡോ സ്ലീപ്പ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെട്ടത് തന്നെ. എന്നാണെങ്കിലും അൽവരാഡോ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ട അൽവരാഡോയും ഈ കോർട്ടസും ബാക്കിയുള്ളവരും വീണ്ടും മുന്നോട്ട് ഒരു വിധത്തിൽ ഈ ആളുകൾക്ക് പുറയിലുണ്ടായിരുന്ന ആസ്തകൾക്ക് ഇവരെ ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ, അത്രയും മുന്നിലാണ് ഇവരുള്ളത്. കാരണം ഈ ജഡങ്ങൾ വന്ന് നിറഞ്ഞിട്ടും ഈ ബാക്കിയുള്ള കുതിരവണ്ടികളുടെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് സൈഡിൽ നിന്നോ പുറകിൽ നിന്നോ ഇവരെ ചേസ് ചെയ്ത് പുറകെ വന്ന് ഇവരെ പിടികൂടാനായിട്ട് ആസ്തകൾക്ക് സാധിച്ചില്ല. എന്താണെങ്കിലും അത് മനസ്സിലാക്കി ഇവർ അതിവേഗം അവിടെ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങി കുറേ ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഈ വരമ്പ് തീരാറായി. ഇവർ ഈ തടാകക്കരയിൽ എത്താറായി. അവിടെ ഇവർക്ക് പ്രശ്നമില്ല, അവിടെ നിന്ന് എങ്ങനെ ഇവർക്ക് സ്ഥലം വിടാം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഇവർ മനസ്സിലാക്കിയത്. ഈ ഇവരുടെ മുന്നിൽ പോയ ആദ്യ സംഘത്തിലെ ഭൂരിഭാഗം ആളുകളും വധിക്കപ്പെട്ടിരുന്നു. അവിടെ ഒരു മരത്തിന്റെ കീഴിൽ കുറച്ച് പെണ്ണുങ്ങൾ പേടിച്ചിരിപ്പുണ്ട്. കോർട്ടസ് ഭയപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മറീന വധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവിടെ പെണ്ണുങ്ങളൊന്നും വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാം അവരുടെ സുരക്ഷയെ കരുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കാട്ടിലേക്ക് മാറിയിരുന്നു. അവർ രക്ഷപ്പെട്ട ആളുകളെയും കൊണ്ട് കോർട്ടസ് തൊട്ടരികെ ഒരു ക്ഷേത്രം നിൽപ്പുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലേക്ക് ഇരച്ചങ്ങ് കയറി. അതിനകത്ത് ഇവരുടെ ദേവന്മാർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന നിവേദ്യങ്ങളും ഭക്ഷണ സാധനങ്ങളും വെള്ളവും എല്ലാം ഉണ്ട്. ഇവരതെല്ലാം പെട്ടെന്ന് തന്നെ കൈക്കലാക്കിയിട്ട് ഇവരതെല്ലാം ഭക്ഷിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കോർട്ടസിന്റെ സൈന്യത്തിൽ സ്പാനിഷുകാർ മാത്രമല്ലല്ലോ ഉള്ളത്, ആസ്തക്കുകളുടെ ശത്രുക്കളായിട്ടുള്ള നാട്ടുകാരും ഉണ്ടല്ലോ. അവരും കൊണ്ട് 2000-3000 പേര്. അവര് ഈ 3 വ്യൂഹങ്ങളിലായിട്ട് ഈക്വലായിട്ടാണ് അവരെ വിഭജിച്ചിരുന്നത്. അവർക്കും ഇതുപോലെ തന്നെ കാര്യമായ നാശനഷ്ടം ഉണ്ടായി. എന്നാണെങ്കിലും വളരെ കുറച്ച് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. എത്ര പേര് ഈ രാത്രി യുദ്ധത്തിൽ വധിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കണക്ക് പല ചരിത്ര രേഖകളിലും പലതായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഊഹിക്കാം, ഒരു 500-ൽ കൂടുതൽ സ്പാനിഷ് സൈനികർ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 2000-ന് മുകളിൽ ഈ തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള സൈനികരും അവിടെ വധിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു ഏകദേശ കണക്ക്. ഈ 6 മണിക്കൂർ രാത്രി യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടം അതാണ്. മരിച്ചവരുടെ കൂട്ടത്തിൽ അൽവരാഡോ സംഘത്തിൽ ഉണ്ടായിരുന്ന മൊക്ടഷുമയുടെ
മകനും ബാക്കി ബന്ധുക്കളും അവരെല്ലാം ഈ കൂട്ടത്തിൽ വധിക്കപ്പെട്ടു. സ്പാനിഷുകാർ ഈ രാത്രിയെ ലാ നോച്ചെ ട്രിസ്റ്റെ അല്ലെങ്കിൽ ദ നൈറ്റ് ഓഫ് സോറോസ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു രാത്രി യുദ്ധം തന്നെയായിരുന്നു അത്. ടെനോഷിറ്റ്ലാൻ നഗരത്തിലെ ആസ്തക്കുകൾ ഈ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും അവർ വലിയൊരു അബദ്ധം കാണിച്ചു. അബദ്ധം മറ്റൊന്നുമല്ല, ഈ കോർട്ടസിനെ അവർ ജീവനോടെ വിട്ടു. അല്ലെങ്കിൽ അവർക്ക് ജീവനോടെ ഇയാളെ കിട്ടിയില്ല, വധിക്കാൻ കിട്ടിയില്ല. അതാണ് ഇവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയ കോർട്ടസ് കൂടുതൽ ആളുകളെ, കൂടുതൽ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ തൻ്റെ സൈന്യത്തിലേക്ക് ചേർക്കുകയും കുറേ നാളുകൾക്ക് ശേഷം വലിയൊരു സൈന്യവുമായിട്ട് തിരിച്ചെത്തുകയും ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ കോർട്ടസ് പുറത്തേക്ക് പോയിട്ട് കുറേ നാളുകൾക്ക് ശേഷം വലിയൊരു സൈന്യവുമായിട്ട് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഈ ആസ്തക്കുകൾ ഇവരുടെ വിജയമൊക്കെ ആഘോഷിച്ചു, പുതിയ രാജാവിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഈ സ്പാനിഷുകാർ ഇവിടം വിട്ട് പോകുന്നതിന് മുമ്പ് ഇവർ അറിഞ്ഞോ അറിയാതെയോ ഒരു ട്രോജൻ ഹോഴ്സിനെ ഇവരുടെ ഈ പാലസിനുള്ളിൽ വിട്ടിട്ടാണ് ഇങ്ങ് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, സ്പാനിഷുകാരുടെ കൂട്ടത്തിൽ ഒരു തടവുകാരനുണ്ടായിരുന്നു. ആ തടവുകാരൻ വസൂരി പിടിച്ച ഒരാളായിരുന്നു. ഈ തടവുകാരനിൽ നിന്ന് വസൂരി ഈ നഗരം മുഴുവൻ വ്യാപിക്കുകയും ഏതാണ്ട് 40% ആളുകളെ വധിക്കുകയും ചെയ്തു. അതായത് സ്പാനിഷുകാർ തിരിച്ച് ആക്രമണത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഈ നഗരം തകർച്ചയുടെ ആരംഭത്തിലായിരുന്നു. അങ്ങനെ വർദ്ധിത വീര്യത്തോടെ തൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് തിരിച്ചെത്തിയ ഈ കോർട്ടസിന് മുന്നിൽ ഇവർക്ക് ഈ ആസ്തക് മഹാസാമ്രാജ്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല. ഈ കോർട്ടസ് ഈ സാമ്രാജ്യം തകർത്ത് തരിപ്പണമാക്കി. ടെനോഷിറ്റ്ലാൻ എന്ന് പറയുന്ന ഈ ആസ്തക്കുകളുടെ മഹാനഗരം, തടാക നഗരം തകർത്ത് കളഞ്ഞ ഈ കോർട്ടസ് അദ്ദേഹം തടാകത്തിൻ്റെ തീരത്ത് മറ്റൊരു നഗരം പണിതു. ആ നഗരമാണ് വളർന്ന് പന്തലിച്ച് ഇന്നത്തെ മെക്സിക്കോ സിറ്റിയായി മാറിയത്. സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഈ തടാകത്തെ മെരുക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ സ്പെയിൻകാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പല കാര്യങ്ങൾ അവിടെ ചെയ്തു. അങ്ങനെ സാവധാനം ഇന്ന് ഈ തടാകം അവിടെ ഇല്ല. അവിടെയും ഇവിടെയും ചെറിയ ചെറിയ ചതുപ്പ് നിലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ മെക്സിക്കോ സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ മെക്സിക്കോ സിറ്റിയുടെ ഒരു ഭാഗത്ത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെ തകർന്നു കിടക്കുന്ന കുറച്ച് കെട്ടിടങ്ങൾ നമുക്ക് കാണാം. അതാണ് പഴയ ടെനോഷിറ്റ്ലാൻ നഗരം. ഇന്ന് അവിടെ ദ്വീപില്ല, നഗരരാഷ്ട്രമില്ല, തടാകം വറ്റി വരണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന് പകരം മെക്സിക്കോ സിറ്റി എന്ന മഹാനഗരമാണ് ഉള്ളത്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.